പ്രിയപ്പെട്ടവരെ, സാധാരണയായി ഒരു യുക്തിവാദികളുടെ സമ്മേളനത്തിൽ ചർച്ച ചെയ്യാത്ത ഒരു വിഷയമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഒരു സന്ദർഭം എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ യുക്തിവാദം എന്ന് പറയുന്നത് മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരാശയലോകത്ത് മാത്രം വ്യാപരിക്കുന്ന ഒന്നായിരുന്നു. നമുക്കറിയാം, അതിനൊന്നും തീർച്ചയായിട്ടും വലിയ പ്രാധാന്യമുണ്ട്. കാരണം നമ്മളിവിടെ സംസാരിക്കുമ്പോൾ കേരളത്തിൽ ബ്ലാക്ക് മാജിക്കിൻ്റെ സ്വാധീനത്തിൽ രണ്ട് ചെറുപ്പക്കാർ, അത് അടിവരയിട്ട് പറയണം, രണ്ട് ചെറുപ്പക്കാർ, ഈ ചെറുപ്പക്കാർ വിദ്യാസമ്പന്നരാണ്. അവർ ജനിച്ച പരിസരവും ബാക്കി കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ വിദ്യയ്ക്കും അതുപോലെ തന്നെ പുതിയ ലോകവുമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വലിയ തരത്തിൽ പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു ക്ലാസ്സിലാണ് അവർ ജനിച്ചിട്ടുള്ളത്. മധ്യവർഗം എന്നൊക്കെ വിളിക്കാവുന്ന, പുതിയ ലോകത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു സ്ഥലത്താണ് ജനിച്ചത്. അപ്പം അങ്ങനെ നമ്മുടെ നവോത്ഥാന കാലത്ത് കേട്ട മുദ്രാവാക്യം, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക എന്നൊക്കെ പറയുന്ന മുദ്രാവാക്യം തന്നെ മറ്റൊരു തരത്തിൽ ഇന്ന് പ്രശ്നവൽക്കരിക്കേണ്ടി വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വിദ്യ എന്ന് പറയുന്നത് തന്നെത്താൻ അത് പുരോഗമനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒന്നാണ് എന്ന് പറയുന്ന ആശയം തന്നെ നമുക്ക് പരിശോധിക്കേണ്ടി വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വിദ്യയും മനുഷ്യൻ്റെ ഒരു ആന്തരിക ലോകവും തമ്മിലുള്ള അകലം വളരെ വളരെ വർദ്ധിച്ചു വരുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയും ടെക്നോളജിക്കൽ റെവല്യൂഷൻ ഉണ്ടായി, നമ്മുടെ കയ്യിൽ എല്ലാ തരത്തിലുള്ള അറിവുകളുണ്ട്, ഈ അറിവുകൾ നിരന്തരം മനുഷ്യരെ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കാണാത്ത തരത്തിലുള്ള അധോലോകങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കുറച്ച് കാലം മുമ്പ് നരബലി അടക്കമുള്ള കാര്യങ്ങളുണ്ടായത് നിങ്ങൾക്കറിയാം. അപ്പം അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം യുക്തി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ശാസ്ത്രയുക്തി എന്ന് പറയുന്നതും പുരോഗമനം എന്നൊക്കെ പറയുന്നതും ഏറ്റവും അടിത്തട്ടിലെ ഒരു മനുഷ്യ അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധാതുവായി തീർക്കണം എന്ന് ആശിച്ച ലോകം പതുക്കെ പതുക്കെ മാഞ്ഞു പോകുന്നുണ്ട്. അതിൽ പല കാരണങ്ങളുണ്ടാവും. അതിൻ്റെ കാരണങ്ങളിലേക്കല്ല ഞാൻ പോകുന്നത്. എന്നാൽ അതിനപ്പുറത്ത് നടക്കുന്ന മറ്റൊരു കാര്യം, സ്വാഭാവികമായിട്ട് ഈ പറയുന്ന തരത്തിൽ യുക്തി എന്ന് പറയുന്ന ഒരു ആശയം മുറുകെ പിടിക്കുന്ന ആളുകൾ മുഴുവൻ ഒരു തരത്തിൽ പ്രോഗ്രസീവായിട്ടുള്ള ഒരു ലോകത്തിൽ വേണ്ടി നിലകൊള്ളുന്നു എന്ന ആശയവും ഇന്ന് ലോകത്ത് പ്രശ്നവൽക്കരിക്കപ്പെടുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് റാഷണലിസ്റ്റ് എന്ന് പറയുന്ന കൂട്ടത്തിൽ പെടുന്ന പലരും ഒരുപക്ഷെ വലതുപക്ഷവൽക്കരണത്തിനും ലോകത്തിലെ ഒരു ഫാസിസത്തിനും വേണ്ടി വാദിക്കുന്നതും നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, ലോകത്തിൽ മുഴുവൻ. എന്ന് പറഞ്ഞാൽ യുക്തിയുടെ സ്വരത്തിൽ ഒരു ഫാസിസത്തിന് വേണ്ടിയുള്ള ഒരു വലിയ തരത്തിലുള്ള പ്രൊപ്പഗാൻഡ മെഷീനായി വർക്ക് ചെയ്യുന്ന ആളുകൾ നമുക്ക് ഇഷ്ടംപോലെ കാണാൻ പറ്റും ലോകത്ത്. പ്രധാനപ്പെട്ട ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടാണ് അവർ ഇത് മുഴുവൻ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പം ആ തരത്തിൽ വളരെ സങ്കീർണമായൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു യുക്തിവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. അയാൾ അല്ലെങ്കിൽ അവള് എന്തിനൊക്കെ വേണ്ടി നിലകൊള്ളുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. ഇന്നതല്ല. പ്രത്യേകിച്ച് ഈ ആഗോളവൽക്കരണത്തിന്റെ കാലത്ത് ഇപ്പം സാമ്പത്തിക ശാസ്ത്രം സംസാരിക്കുന്ന ഒരു റാഷണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഉള്ളിലെ യുക്തിയായിട്ട് അവതരിപ്പിക്കുന്നത് മുഴുവൻ ഇന്നത്തെ നിയോ ലിബറൽ കാഴ്ചപ്പാടുകളായി തീരുന്നു എന്നുള്ളത് നമുക്ക് കാണാം. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിനുള്ളിൽ ഇടപെടുമ്പോൾ ഈ രാഷ്ട്രീയ യുക്തി എന്ന പേരിൽ അത് അവതരിപ്പിക്കപ്പെടുന്നത് പലതും ഇന്നത്തെ ലോകത്തിന് തന്നെ ഏറ്റവും വലിയ ഭീഷണിയായിട്ടുള്ള വലതുപക്ഷവൽക്കരണത്തിലേക്ക് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള ഒരു ഫാസിസ്റ്റ് വൽക്കരണത്തിലേക്ക് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള സംഗതികളായിട്ട് മാറുന്നതും കാണാം. അപ്പൊ അവിടെ നിന്നുകൊണ്ടാണ് ഈ യുക്തിയും നീതി, ഗാന്ധിവധം പോലെയുള്ള ഒരു സംഗതിയിലെ യുക്തിയും നീതിയും ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. പ്രത്യേകിച്ച് ഈ സാമ്പത്തിക ശാസ്ത്രത്തിലെ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് യുക്തി പ്രയോഗിക്കുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പോഴാണ് ഈ ഫ്രീ തോട്ട് എന്ന് പറയുന്ന ഒരു സംഗതിയുടെ ഒരു പ്രാധാന്യം കൈവരുന്നത്. സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്ന ഒരു സംഗതിയുടെ പ്രാധാന്യം കൈവരുന്നതാണ്.
നമ്മൾ അറിയേണ്ടത് ഇപ്പം കെമിസ്ട്രി പോലെയോ ഫിസിക്സ് പോലെയോ ഭൗതിക ജീവശാസ്ത്രം പോലെയൊക്കെയുള്ള യുക്തിയല്ല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ യുക്തി എന്ന് പറയുന്നത്. അത് ഒരു എഞ്ചിനീയറിംഗ് ആണ്. അതൊരു സാമ്പത്തിക എഞ്ചിനീയറിങ്ങിനെയാണ് നമ്മൾ ഇന്ന് സാമ്പത്തിക ശാസ്ത്രം എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം, ഇപ്പൊ ക്യാപിറ്റലിസ്റ്റിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക കാലം വരെ അത് പൈസ എന്ന് പറയുന്നത് നമുക്കറിയാലോ. ഇപ്പൊ നമ്മൾ 1 രൂപ കൊടുക്കുമ്പോൾ 1 രൂപയ്ക്ക് കടം ഒരാൾ തരുന്നത് യുക്തിയുടെ പുറത്തൊന്നുമല്ല. കാരണം ഇതൊരു കടലാസ് കഷ്ണം മാത്രമാണ്. ഈ കടലാസ് കഷ്ണത്തിൽ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്, ഒന്നെന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഒന്നിന് വിലയുണ്ടാവുന്ന ആ യുക്തി ഉണ്ടാവുന്നത് ഒരു ഭരണകൂടത്തിന്റെ ഇടപെടൽ കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ അതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, റിസർവ് ബാങ്ക് ഗവർണറോ അല്ലെങ്കിൽ ഫിനാൻസ് സെക്രട്ടറിയോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും എഴുതുന്നുണ്ട്, ഐ പ്രോമിസ് ദ ബെയറർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊരു സത്യവാങ്മൂലം കാണാം. ഈ കാശ് കൊണ്ടുവരുന്ന ആൾ ഇതിന് 1 രൂപ വിലയുണ്ടെന്ന് ഞാൻ ബോധിപ്പിക്കുന്നു, അല്ലെങ്കിൽ 100 രൂപ വിലയുണ്ടെന്ന് ഞാൻ ബോധിപ്പിക്കുന്നു, 500 രൂപ വിലയുണ്ടെന്ന് ഞാൻ ബോധിപ്പിക്കുന്നു. ആ അടിസ്ഥാനത്തിലാണ് ഇത് കൈമാറ്റം നടക്കുന്നത്. ഈ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഏറ്റവും താഴെക്കടയുള്ള ഒരു എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഒരു നിറം പിടിപ്പിച്ച കടലാസ് കഷ്ടം കൊടുത്തിട്ട് അതിന്റെ അപ്പുറം ഇപ്പുറം ഉള്ള ഒരു കൈമാറ്റമാണ് നടക്കുന്നത്. ഇത് നമുക്കടിക്കാൻ പറ്റില്ല. ഇത് നമ്മളടിച്ചാൽ കള്ളനോട്ടാവും, ഗവൺമെന്റ് അടിച്ചാലോ നല്ല നോട്ടാവുള്ളൂ. അപ്പൊ ഈ യുക്തി എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ സാമ്പത്തിക ശാസ്ത്രത്തിൽ കടഞ്ഞു ചെല്ലുമ്പോ നമ്മൾ ഈ പറയുന്ന പോലത്തെ ഒരു യുക്തിയല്ല അവിടെ ഒരു കാലത്ത് നമുക്കറിയാം, അത് ഒരു പൈസ അടിക്കുമ്പോൾ 100 രൂപ അടിക്കുമ്പോൾ 100 രൂപ വരെ ഗോൾഡ് വെക്കണമായിരുന്നു. എന്ന് പറഞ്ഞാൽ സ്വർണം എന്ന് പറയുന്ന ഒരു സംഗതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു ഈ പറയുന്ന പണത്തിന്റെ മൂല്യം നിശ്ചയിച്ചിരുന്നത്. ഒരു ഘട്ടം പറഞ്ഞപ്പോൾ അത് എടുത്തു കളഞ്ഞു. പെട്രോ ഡോളർ എന്ന് പറയുന്ന ആശയം വരുന്നു, ഫിയാറ്റ് മണി എന്ന് പറയുന്ന ആശയം വരുന്നു. എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കറൻസിയായ ഡോളറിലേക്ക് ബാക്കി എല്ലാ കറൻസി പെഗ് ചെയ്യുന്നു. ആ ഡോളറുമായി ബന്ധപ്പെട്ടുള്ള വിനിമയ നിരക്കാണ് ബാക്കി എല്ലാത്തിനെയും നിശ്ചയിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പല ഘടകങ്ങളിൽ കൂടെ കടന്നുപോയി അവസാനം ആഗോളവൽക്കരണം എന്ന് പറയുന്ന ഒരു ആശയത്തിൽ എത്തിച്ചേരുന്നു. നമുക്ക് ഒരു രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തിലേക്ക് പോകണമെങ്കിൽ വിസയും പാസ്പോർട്ടും എടുക്കണം, പക്ഷെ ഡോളറിന് സഞ്ചരിക്കണമെങ്കിൽ അത് എടുക്കണ്ട. ഡോളറിന് ഏത് നാട്ടിലേക്കും പോകാം, ഏത് കറൻസിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ അതിർത്തികൾ മായുന്ന സ്ഥിതി വരുന്നുണ്ട്. ഏറ്റവും അവസാനം റിസഷൻ ഉണ്ടായപ്പോ ഈ അന്നത്തെ അമേരിക്കൻ ഗവൺമെന്റ് ചെയ്തത്, ഞാൻ അടിച്ചാൽ കള്ളനോട്ടാവുന്നു, പക്ഷെ ഗവൺമെന്റ് അടിച്ചാൽ കള്ളനോട്ടാവുന്നില്ല. ഗവൺമെന്റിന് ബാങ്കുകൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ അത്രയും നോട്ടിന്റെ ഡെഫിഷ്യൻസി വന്നപ്പോൾ നമ്മുടെ കയ്യിൽ പ്രിന്റിംഗ് മെഷീൻ ഉണ്ട്, അതുകൊണ്ട് അടിക്കാന്ന് പറയുന്ന ഈ നോട്ട് തള്ളലിൽ നിൽക്കുന്ന ഒരു സംഗതിയായിട്ട് മാറുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, സാമ്പത്തിക ശാസ്ത്രത്തിന്റെ യുക്തി നോക്കുമ്പോൾ അതിന്റെ എഞ്ചിനീയറിംഗ് പഠിക്കാതെ, അതിന്റെ രാഷ്ട്രീയം പഠിക്കാതെ അതിന്റെ യുക്തി നമുക്ക് നിർണ്ണയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് മറ്റ് ശാസ്ത്രത്തിന്റെ പോലെ ആ സംഗതിയല്ല. ഞാനിതിപ്പോ പറയാൻ കാരണം, ലോകത്ത് ഈ ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്ന മനുഷ്യരിലെ ഒരു വലിയ വിഭാഗം, കേരളത്തിലെ മാത്രമല്ല വലിയ വിഭാഗം, ഇങ്ങനെയുള്ള നിയോ ലിബറൽ നയങ്ങൾക്ക് വേണ്ടി ദിവസവും നിന്ന് സംസാരിച്ച് ഒരു യുക്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പം ആ തരത്തിൽ, അതുപോലെ തന്നെ ഹിറ്റ്ലറെ ന്യായീകരിക്കുന്ന റാഡിക്കൽ എന്ന് വിളിക്കുന്ന മനുഷ്യർ ലോകത്തുണ്ടാവുന്നു. ഈ പറയുന്ന നമ്മളെ ഇന്ത്യയെ ഭരിക്കുന്ന മോഡിയെ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ ഫാസിസ്റ്റ് ഭരണകൂടത്തെ ന്യായീകരിക്കുന്ന യുക്തിവാദികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിലാണ് നമ്മൾ ഈ ഗാന്ധിവധം, നമ്മൾ അതിൻ്റെ യുക്തിയും നീതിയും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് ഉള്ള കാര്യം ഓർക്കണം. ഈ ഗാന്ധിവധത്തില് 12 പ്രതികളാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്കറിയാം, 12 പ്രതികളെയാണ് ആദ്യം അറസ്റ്റ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ 1948 ജനുവരി 30 നാഥറാം ഗോഡ്സെ ഗാന്ധിയെ വെടിവെച്ചു. വൈകിട്ട് 5:17 തോന്നുന്നു വെടിവെച്ച് വീഴ്ത്തുന്നു. അപ്പോ ഈ വെടിവെച്ച് വീഴ്ത്തിയിട്ട് നാഥറാം ഗോഡ്സെയെ പിടികൂടുന്നു. ഇത് ഒരു പബ്ലിക്, അതായത് പൊതുജനങ്ങൾക്ക് മുമ്പിൽ വെച്ചിട്ടാണ് ഈ കൃത്യം അദ്ദേഹം അനുഷ്ഠിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് പ്രാർത്ഥനാ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ഗാന്ധി എല്ലാ ദിവസവും പ്രാർത്ഥനാ സമ്മേളനങ്ങൾ നടത്തിയിരുന്നു. വൈകിട്ട് എല്ലാ സായാഹ്നങ്ങളും നടത്തിയിരുന്നു. പ്രത്യേകിച്ച് അന്ന് ഡൽഹി ആകെ കലുഷിതമായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടി, ഓഗസ്റ്റിൽ സ്വാതന്ത്ര്യം കിട്ടി, അധിക കാലമായിട്ടില്ല. വിഭജനം എന്ന് പറയുന്ന വലിയ സംഗതി നടന്നിട്ടുണ്ട്.
വിഭജനം എന്ന് പറയുമ്പോൾ അതും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു ചരിത്രാനുഭവം അല്ലാത്തതിനാൽ നമ്മളെ സംബന്ധിച്ച് പാഠപുസ്തകത്തിലെ കാര്യം മാത്രമാണ്. പക്ഷേ നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിഭജനം എന്ന് പറഞ്ഞാൽ ചെറുതായിരുന്നില്ല. ഏതാണ്ട് 10-15 മില്യൺ ആൾക്കാരാണ് ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടത്, അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. ഒരു ദിവസം, ഒരു പ്രത്യേക ദിവസം നമ്മൾ ഇതുവരെ ജീവിച്ച ആ സ്ഥലത്ത് നിന്ന് നമ്മളുടെ സ്വത്തുവകകൾ എന്ന് പറയാവുന്ന കാര്യങ്ങൾ വിട്ടുപോകേണ്ടി വരുന്നു, ബന്ധുക്കൾ എന്ന് പറയുന്ന ആ കാര്യങ്ങൾ വിട്ടുപോകേണ്ടി വരുന്നു, സാമൂഹ്യ ജീവിതം എന്ന് പറയുന്ന ആ സംഗതിയിൽ നിന്ന് നമ്മൾ അപ്രൂട്ടഡ് ആവുന്നു, നമ്മളെ പിഴുതെടുത്ത് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരുന്നു. 12 മില്യൺ മനുഷ്യർ, 12 മുതൽ 15 മില്യൺ മനുഷ്യരാണ് ഈ ഡിസ്പ്ലേസ്ഡ് ആവുന്നത്. അവരിപ്പോഴും ഈ നിയമപുസ്തകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്ഡ് പേഴ്സൺ എന്നാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഈ CAA ഒക്കെ വരുമ്പോൾ, ഈ പുതിയ ഈ ബില്ലൊക്കെ വരുമ്പോൾ പഴയ നിയമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നിങ്ങളൊരു പ്രത്യേക ഘട്ടം വരെ ഡിസ്പ്ലേസ്ഡ് പേഴ്സണിന്റെ സിറ്റിസൺഷിപ്പിനെ പറ്റിയാണ് അത് ചർച്ച ചെയ്തിരുന്നത്. പുറമേ നിന്നുള്ള ആൾക്കാർ വരുമ്പോൾ ഡിസ്പ്ലേസ്ഡ് പേഴ്സൺ എന്നാണ് അവരെ വിശേഷിപ്പിച്ചിരുന്നത്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ കുറ്റിയും പറിച്ച് പോരേണ്ടി വന്ന ആ മനുഷ്യരുടെ കഥ ചെറുതായിരുന്നില്ല. ഇന്ത്യയുടെ പൊതുവെയുള്ള ഈ സെക്യുലറിസം എന്ന് പറയുന്ന ആശയത്തിന് ആ വലിയ സംഭവം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പശ്ചാത്തലം ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ സാധാരണ പറയും, ഇപ്പോൾ ഭരണഘടനയെ പറ്റിയൊക്കെ പറയുമ്പോൾ പറയും സെക്യുലറിസം ഭരണഘടനയിലെ ഒരു മൂല്യമാണ്, ഈ മൂല്യം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നൊക്കെ നമ്മൾ പറയും. ഈ ഭരണഘടനയിൽ ഈ മൂല്യം തന്നെത്താൻ കയറിയിരുന്ന ഒന്നുമല്ല, അല്ലെങ്കിൽ അത് മോളിൽ നിന്ന് ആരെങ്കിലും കെട്ടി ഇറക്കിയതൊന്നുമല്ല. മറിച്ച് ഇന്ത്യ പോലെയുള്ള രാജ്യത്തെ നിലനിർത്തണമെങ്കിൽ, ഒരു ആശയം, ഒരു രാജ്യം ഒരു ആശയമാണെങ്കിൽ ആ ആശയത്തെ നിലനിർത്തണമെങ്കിൽ സെക്യുലറിസം അത്ര പ്രധാനപ്പെട്ടതാണ് എന്ന തിരിച്ചറിവ് അന്നത്തെ നേതാക്കൾക്ക് മുഴുവൻ ഉള്ളതുകൊണ്ടാണ് അത് സ്വാഭാവികമായി ഭരണഘടനയിൽ എത്തുന്നത്. അല്ലാതെ അത് പുറത്തുനിന്ന് ഏതെങ്കിലും ഒരാൾ ഒരു പുസ്തകം വായിച്ച് അല്ലെങ്കിൽ ഭരണഘടനകളൊക്കെ നോക്കി തപ്പിത്തെരഞ്ഞ് അങ്ങനെ വളരെ വിജ്ഞാനാധിഷ്ഠിതമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രം എത്തിപ്പെടുന്ന ഒന്നല്ല, അതൊരു മൂല്യമായിട്ട് എത്തിപ്പെടുകയാണ്. അപ്പൊ അങ്ങനെ ഗാന്ധിയുടെ ഈ വളരെ കലുഷിതമായിട്ടുള്ള, പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള അഭയാർത്ഥികൾ, ലാഹോർ, കറാച്ചി എന്നൊക്കെ പറയുന്ന നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന പഞ്ചാബിനെ ആണല്ലോ വിഭജിക്കുന്നത്. ഒരു ഭാഗം പ്രധാനപ്പെട്ട വിഭജനം നടക്കുന്ന പടിഞ്ഞാറൻ പ്രദേശത്ത് പഞ്ചാബിനെ വിഭജിച്ചിട്ടാണ്. പഞ്ചാബിലെ 403 കിലോമീറ്റർ നീളമുള്ള ഒരു രേഖ വരയ്ക്കാണ്. ആരാ വരയ്ക്കുന്നത്? റാഡ്ക്ലിഫ് എന്ന് പറയുന്ന വക്കീല്. റാഡ്ക്ലിഫ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ വരുന്നത്. 47 ജൂലൈയിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ഇന്ത്യ സന്ദർശിക്കുന്നത്. അദ്ദേഹം വലിയ ബാരിസ്റ്റർ ആയിരുന്നു, അവിടെ കേസ് വാദിക്കാൻ മിടുക്കനായിരുന്നു. ഇവിടുത്തെ ഒരു പ്രത്യേക പരിസ്ഥിതിയിൽ ഇന്ത്യ വിഭജനം നടത്തണം, അപ്പൊ അതുകൊണ്ട് അതിനെ പറ്റിയ നിയമവശങ്ങൾ അറിയുന്ന ആൾ. ഇന്ത്യ എന്ന് പറയുന്ന ഭൂഖണ്ഡത്തെ പറ്റി അറിയില്ല, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ പറ്റി നമുക്ക് വലിയ വിവരമുണ്ടെന്ന് നമ്മൾ അന്വേഷിച്ചാൽ ആ കാര്യം നമുക്ക് കിട്ടില്ല. അങ്ങനെയുള്ള റാഡ്ക്ലിഫ് വരുന്നു. 5 ആഴ്ചകൾ കൊണ്ട്, വെറും 5 ആഴ്ചകൾ കൊണ്ടാണ് ഈ വലിയ മനുഷ്യരുള്ള, വലിയ തരത്തിൽ പോപ്പുലേഷൻ തിങ്ങി നിറഞ്ഞ് മനുഷ്യർ ജീവിക്കുന്ന ഈ രാജ്യത്തെ വിഭജിക്കുന്നത്. അപ്പം 403 കിലോമീറ്ററോ മറ്റോ നീളമുള്ള ഒരു വര വരയ്ക്കാണ് പഞ്ചാബിന്റെ ഭാഗത്ത്. ഇപ്പുറത്ത് കുറേയും കൂടി നീളമുള്ള, കിഴക്കൻ ഭാഗത്ത് ബംഗാളിന്റെ ഭാഗത്ത് കുറേയും കൂടി നീളമുള്ള ഒരു വര വരയ്ക്കുന്നു. ഈ വര ഭൂപടത്തിലാണ് വരയ്ക്കുന്നത്. അദ്ദേഹത്തിന് ഈ ജനപദങ്ങളെ കുറിച്ചൊന്നും വലിയ അറിവില്ല. ഭൂപടത്തിൽ 5 ആഴ്ച കൊണ്ട് വരയ്ക്കുന്നു. മനുഷ്യര് ഇന്നലെ വരെ ഒരേപോലെ തുടർച്ചയിൽ ജീവിച്ചെന്നിരിക്കുന്ന മനുഷ്യർ രണ്ടാവുക മാത്രല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യേണ്ടി വരുന്നു. 10-15 മില്യൺ മനുഷ്യർക്ക്, ദശലക്ഷം മനുഷ്യർക്ക് ഈ ക്രോസിംഗ് എന്ന് പറയുന്നത് വളരെ സ്മൂത്തായി, വളരെ സമാധാനപൂർവ്വം നടന്ന ഒന്നല്ല. ഏതാണ്ട് 1 മില്യൺ തൊട്ട് 1.2 മില്യൺ വരെയുള്ള ആളുകൾ അതിനുള്ളിൽ മരിച്ചു വീഴുന്നു. അപ്പൊ ഈ ലാഹോറിൽ നിന്ന് വന്നിട്ടുള്ള, കറാച്ചിയിൽ നിന്ന് വന്നിട്ടുള്ള, അല്ലെങ്കിൽ പാകിസ്ഥാനായി തീർന്ന പ്രവിശ്യയിൽ നിന്ന് വന്നിട്ടുള്ള സിഖുകാരും ഹിന്ദുക്കളും ഡൽഹിയിൽ തമ്പടിച്ചിരിക്കുകയാണ്. അവര് ഒന്നുമില്ലാതെ ഓടിപ്പോരേണ്ടി വന്ന മനുഷ്യരാണ്. അവര് ഡൽഹിയിൽ വന്നപ്പോ ഈ ഹിന്ദു മഹാസഭ പോലെയുള്ള അന്നത്തെ ഒരു വർഗീയ കക്ഷി, ഇന്നത്തെ ഈ പറയുന്ന ഇന്ന് നമ്മളെ ഭരിക്കുന്ന കക്ഷിയുടെ പൂർവ്വമാതൃക എന്നൊക്കെ പറയാവുന്ന ഹിന്ദു മഹാസഭ പോലെയുള്ള VD സവർക്കർ എന്ന് പറയുന്ന വിനായക് ദാമോദർ സവർക്കറും
ശ്യാമപ്രസാദ് മുഖർജിയൊക്കെ നയിക്കുന്ന ഈ ഹിന്ദു മഹാസഭ ഇവരെ ഉപയോഗിച്ചിട്ട് ഒരു മതാധിഷ്ഠിത രാജ്യം കെട്ടിപ്പടുക്കാനുള്ള ഒരു രാഷ്ട്രീയ ശ്രമമാണെന്ന് നടത്തിയത്. എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നത് ഇപ്പൊ ചർച്ച ചെയ്യുന്ന, നമ്മൾ നിരന്തരം ചർച്ച ചെയ്യുന്ന സംഗതി വളരെ മുമ്പേ തന്നെ സ്ഥാപിക്കാനുള്ള ഒരു വലിയ ശ്രമം ഈ 47-48 കാലഘട്ടത്തിൽ നടന്നിരുന്നു. അതുകൊണ്ട് ഈ 47-ന് ശേഷമുള്ള ആഗസ്റ്റ് 15 ശേഷമുള്ള ഗാന്ധിയുടെ പ്രവർത്തനം നിരീക്ഷിക്കുകയാണെങ്കിൽ, ഗാന്ധിയുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ ഒന്ന് പൊളിച്ചെഴുതേണ്ടി വരും. എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത്, നമ്മുടെ പുസ്തകങ്ങളിൽ പഠിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മളെ മൊത്തത്തിൽ ഈ പറയുന്ന പലതരം ഓർഗനുകളിൽ കൂടെ നമ്മളുടെ ഉള്ളിൽ എത്തിച്ചേർന്നിട്ടുള്ള സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന സങ്കല്പം ബ്രിട്ടീഷുകാർക്കെതിരായ സമരമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പലതരത്തിലുള്ള സമരങ്ങൾ ഉണ്ടാവുന്നു. അതിൻ്റെയൊക്കെ അവസാനം, പ്രത്യേകിച്ച് രണ്ടാം ലോക യുദ്ധത്തിൻ്റെ അതിനുശേഷം പലതരത്തിലുള്ള ലോകത്തെ രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ മാറ്റങ്ങളുടെയും ഈ സമരോജ്വലതയുടെയും ഒക്കെ ഫലമായിട്ട് ബ്രിട്ടൻ മാത്രമല്ല പല സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളും ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും നിരവധി കോളനികളിൽ നിന്ന് മടങ്ങിപ്പോകുന്നുണ്ട്. അങ്ങനെ ബ്രിട്ടൻ മടങ്ങിപ്പോകുന്നതാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരം നമ്മൾ വിചാരിക്കും. പ്രത്യേകിച്ച് ഗാന്ധിയെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും, ഗാന്ധിയുടെ ഏറ്റവും വലിയ സമരായുധം എന്ന് പറയുന്നത് നിരാഹാര സത്യാഗ്രഹമായിരുന്നു ഗാന്ധിയുടെ ഏറ്റവും വലിയ സമരായുധം. ഒരുപാട് തവണ ദക്ഷിണാഫ്രിക്കയിൽ, ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് തന്നെ അത് പ്രയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ വന്നതിന് ശേഷം ബ്രിട്ടീഷുകാർക്കെതിരെ അത് പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷേ 47 ആഗസ്റ്റ് 15 ശേഷം ഗാന്ധി 2 പ്രാവശ്യം നിരാഹാര സമരം നടത്തുന്നുണ്ട്. 47 ആഗസ്റ്റ് 15 ശേഷം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം. ആ സമരം ആരോടായിരുന്നു? ആ സമരത്തെ പറ്റി നമ്മൾ അധികം പഠിച്ചിട്ടില്ല. നമ്മളോട് ചരിത്ര പുസ്തകങ്ങളൊന്നും പറഞ്ഞു തന്നിട്ടില്ല. നമ്മളോട് മറ്റു തരത്തിലുള്ള നമ്മുടെ രാഷ്ട്രീയ ആലോചനകളൊന്നും തന്നെ ആ കാര്യത്തെ പറ്റി ഒരു തരം ഉദാസീനതയും നിശബ്ദതയും പാലിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലം കൂടിയാണ് ഇന്നത്തെ ഇന്ത്യയിലെ ഈ ഫാസിസ്റ്റ് ഭരണം ഞാൻ കരുതുന്നു. ഗാന്ധിക്ക് അന്ന് 78-79 വയസ്സുണ്ട്. ഈ 78-79 വയസ്സിലാണ് 2 പ്രാവശ്യം നിരാഹാരം ഇരിക്കുന്നത്. കൽക്കട്ടയിൽ 73 മണിക്കൂർ, അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഡൽഹിയിൽ 5 ദിവസം. 1947 സെപ്റ്റംബറിൽ കൽക്കട്ടയിൽ ഇരിക്കുന്നു. തിരിച്ചു വന്ന 1948 ജനുവരി 13 മുതൽ 18 വരെ ഡൽഹിയിൽ 5 ദിവസം നിരാഹാരം ഇരിക്കുന്നു. നമ്മൾ നോക്കുമ്പോൾ അന്ന് തെരഞ്ഞെടുപ്പൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ടേ ഉള്ളൂ. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നുമില്ല. തെരഞ്ഞെടുപ്പ് നടന്നിട്ടേ ഇല്ല. ആകെ സംഭവിച്ചത്, ബ്രിട്ടീഷുകാർ പോയപ്പോൾ ഒരു സർവകക്ഷി മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മിക്കവാറും ആ മന്ത്രിസഭയിൽ ചേരാൻ അനുവാദം ചോദിച്ച എല്ലാ പാർട്ടികളും ചേർന്നിട്ടുണ്ടാക്കിയ ഒരു മന്ത്രിസഭയാണിത്. ജവഹർലാൽ നെഹ്റു ആണ് പ്രധാനമന്ത്രി. ആഭ്യന്തരമന്ത്രിയായിട്ട് പട്ടേലുണ്ട്. അതുപോലെ തന്നെ ആ മന്ത്രിസഭയിൽ SC/ST ഫെഡറേഷനെ പ്രതിനിധീകരിച്ച് BR അംബേദ്കർ ഉണ്ട്. അതുപോലെ പാന്തിക് പാർട്ടി, സിഖുകാരുടെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് ബൽദേവ് സിംഗ് ഉണ്ട്. ഹിന്ദു മഹാസഭയെ പ്രതിനിധീകരിച്ച് ശ്യാമപ്രസാദ് മുഖർജി ഉണ്ട്. എന്ന് പറഞ്ഞാൽ അന്നത്തെ ഹിന്ദു മഹാസഭ പോലും അതിനുള്ളിൽ പങ്കാളിയാണ്. അങ്ങനെ ഒരു മന്ത്രിസഭ മാത്രമേ ഉള്ളൂ, പ്രതിപക്ഷം ഇല്ല. അപ്പൊ അങ്ങനെ ഒരു പരിസ്ഥിതിയിൽ ആർക്കെതിരെയാണ് ഗാന്ധി, ഇതിനൊക്കെ പുറത്ത് നിൽക്കുന്ന ഗാന്ധി സമരം ചെയ്തതെന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിൽ വരും. ആ ചോദ്യത്തെ അഭിമുഖീകരിക്കുമ്പോഴാണ് ഈ സ്വാതന്ത്ര്യത്തിനും വിഭജനത്തിനും ഒക്കെയുള്ള ആ തരത്തിലുള്ള പശ്ചാത്തലത്തിൽ ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള ഒരു വലിയ ശ്രമം നടന്നിരുന്നു എന്നും അതിനെ എതിർത്ത് തോൽപ്പിക്കാനാണ് ഈ 2 നിരാഹാരങ്ങളെന്നും നമുക്ക് വ്യക്തമാകുന്നത്. അതുകൊണ്ടാണ് ഈ അന്ന് പാകിസ്ഥാൻ ഉണ്ടായി. പാകിസ്ഥാൻ ഇസ്ലാമിക മതത്തിനെ അധിഷ്ഠിതമാക്കിയിട്ടുള്ള ജനാധിപത്യ രാഷ്ട്രമാണ്. തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ട്, അല്ലാതെ നമ്മളിപ്പം ഗൾഫ് നാടുകളിൽ കാണുന്ന പോലെയുള്ള ഭരണമല്ല. മറിച്ച് അവിടെ ഇലക്ഷനൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ആ രാജ്യം ഉണ്ടാവുന്നത് മതാധിഷ്ഠിതമായ പ്രിൻസിപ്പിൾസിൽ, മതാധിഷ്ഠിതമായ തത്വങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ്. ആ സമയത്ത് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയത്തിൽ ഉയരാവുന്ന ഒരു ചോദ്യമാണ്, പാകിസ്ഥാൻ ഉണ്ടായി, ഇസ്ലാമിക റിപ്പബ്ലിക് ഉണ്ടായി, ബാക്കിയുള്ളത് എന്താ? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട മൈനോറിറ്റിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പബ്ലിക് ഉണ്ടായി. അപ്പം ബാക്കി
ഹിന്ദുസ്ഥാനാണ്, ഹിന്ദുമത റിപ്പബ്ലിക്കാണെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമായ ഒരു കറൻസി എളുപ്പം ചെലവാകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം. സാധാരണ ഇപ്പം ഇതൊന്നുമില്ലാണ്ട് ഒരു ക്ഷേത്രത്തിന്റെ പുറത്ത് ആളുകളെ വിഭജിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു വലിയ ചരിത്ര പശ്ചാത്തലത്തിൽ ആളുകളെ വിഭജിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. മാത്രമല്ല, പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥികൾ മുഴുവൻ ഇന്ത്യയിലേക്ക് വരികയാണ്. ഇവര് ഡൽഹിയിൽ തമ്പടിക്കുന്നു. അവിടുന്ന് നമുക്കറിയാം, ഇവർ വെറും കൈയോടെ ഓടിപ്പോന്ന മനുഷ്യരാണ്. ഇവർക്ക് താമസ സൗകര്യം ഇല്ല ഡൽഹിയിൽ. അതുപോലെ തന്നെ ആവശ്യത്തിന് ഭക്ഷണമില്ല, മരുന്നില്ല. അവര് വരുന്ന സമയം എന്ന് പറയുന്നത് ദില്ലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശൈത്യകാലത്താണ് വരുന്നത്, മഞ്ഞുകാലത്താണ് വരുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ കിടക്കേണ്ടി വരുന്നു, വഴിയിൽ കിടക്കേണ്ടി വരുന്നു. അവരെത്രമാത്രം സെൻസിറ്റീവാണെന്ന് ആലോചിച്ച് നോക്കണം. അത് മാത്രമല്ല എന്ന് കൂടി ആലോചിക്കണം. അവർ വെറുതെ ഇങ്ങനെ സ്മൂത്തായി ഇങ്ങോട്ട് വരികയല്ല ചെയ്തത്, ഒരു ട്രെയിനിൽ കയറിയിരുന്ന് വരികയല്ല ചെയ്തത്. നിരവധി തരത്തിലുള്ള അക്രമ സംഭവങ്ങളെ അതിജീവിച്ചിട്ടാണ് വരുന്നത്. നിങ്ങൾ സാദത്ത് ഹസൻ മന്തോ എന്ന് പറയുന്ന ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട എഴുത്തുകാരൻ്റെ ചില കഥകളുണ്ട്. ഈ പശ്ചാത്തലത്തിൽ രചിച്ച ഒരു കഥ ഖോൽദോ എന്ന് പറയുന്ന കഥയാണ്. ഖോൽദോ, തുറക്കൂ എന്നാണ് അതിൻ്റെ അർത്ഥം ഹിന്ദിയിൽ. ഖോൽദോ എന്ന് പറഞ്ഞാൽ ഈ കഥ വായിച്ചാൽ നമ്മൾ ഈ പറയുന്ന വിഭജനം എന്തായിരുന്നു, അതിൻ്റെ അനുഭവം എന്തായിരുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള ആഴത്തിലുള്ള ഒരു ധാരണ നമുക്ക് കിട്ടും. ഖോൽദോ എന്ന് പറയുന്ന കഥയിൽ ഒരു പിതാവും അയാളുടെ മകളും കൂടിയിട്ട് വിഭജനത്തിന് ശേഷം ഈ ഡിസ്പ്ലേസ്ഡ് പേഴ്സൺസായി ഒരു രാജ്യത്തു നിന്ന് വേറെ രാജ്യത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. സഞ്ചരിക്കുന്നതിനിടയിൽ ഈ മകളും വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുന്നു. നിരവധി തവണ ബലാത്സംഗം ചെയ്യപ്പെടുന്നു. ഈ അച്ഛൻ തെരഞ്ഞു നടന്നിട്ട് മകളെ കിട്ടുന്നത് ഈ റെയിൽപാളത്തിന് അടുത്ത് ബോധരഹിതയായിട്ട് കിടക്കുന്ന നിലയിലാണ് ഈ അച്ഛന് കിട്ടുന്നത്. ഈ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നതിനിടയിലാണ് ഇത് സംഭവിക്കുന്നത്. ഇയാൾ ഈ കുട്ടിയെ വാരി എടുത്തിട്ട് തൊട്ടടുത്തുള്ള ക്ലിനിക്കിൽ പോവാണ്. തൊട്ടടുത്തുള്ള ക്ലിനിക്കിൽ പോകുമ്പോൾ അവിടെ ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടർ ഒരു അത്യാവശ്യം നന്മയൊക്കെയുള്ള ഒരു ഡോക്ടർ ആയതുകൊണ്ട് അയാൾ ഇവരെ സ്വീകരിക്കുന്നു. ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പം പറഞ്ഞ പോലെ ഈ വിഭജനം താറുമാറാക്കിയിട്ടുണ്ട്, അതിൻ്റെ പ്രവർത്തനമൊക്കെ താറുമാറാക്കിയിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി ഒന്നും അവിടെ ഇല്ല, ചെറിയ സൗകര്യങ്ങളുള്ളൂ. എങ്കിൽ പോലും തൻ്റെ ഉള്ളിലെ നന്മ കൊണ്ട് ഇയാൾ ഇവരെ ചികിത്സിക്കാൻ നിശ്ചയിക്കാൻ, പരിശോധിക്കാൻ ഉള്ളിലേക്ക് വിളിക്കുകയാണ്. അപ്പം ഉള്ളിലേക്ക് വിളിച്ച് മുറിയിൽ ഈ കുട്ടിയെ കെടുത്തും, മുറിയിലെ ബെഡിൽ ഈ കുട്ടിയെ കെടുത്തും. കുട്ടിയെ കെടുത്തിയിട്ട് ഇയാൾ ലൈറ്റ് ഇടാൻ നോക്കുമ്പോൾ കറണ്ടില്ല, വെളിച്ചമില്ല. അങ്ങനെ ഇയാൾ സഹായിയോട് പറയും, ഖോൽദോ എന്ന് പറയും. ഇയാൾ ഉദ്ദേശിക്കുന്ന ജനൽ തുറക്കാനാണ്, വെളിച്ചം ഉള്ളിലേക്ക് വരാൻ വേണ്ടി ജനൽ തുറക്കാനാണ് ഇയാൾ ഉദ്ദേശിക്കുന്നത്. ഈ ഖോൽദോ എന്ന് പറയുന്ന വാക്ക് കേട്ടപ്പോൾ ഈ അബോധാവസ്ഥയെ കിടന്നിരുന്ന പെൺകുട്ടി തൻ്റെ കാലുകൾ അകത്തി വെക്കുകയാണ്. അവൾ ബോധമില്ല, അബോധാവസ്ഥയിലാണ്. പക്ഷെ ഖോൽദോ എന്ന് പറയുന്ന വാക്ക് കേട്ടപ്പോൾ ഇങ്ങനെ കാലുകൾ വിടർത്തി വെക്കുകയാണ്. കാരണം ഇവൾ ഈ യാത്രയിൽ ഇവളിങ്ങനെ നിരന്തരമായിട്ട് ബലാത്സംഗം ചെയ്യുന്ന ആളുകൾ മുഴുവൻ പറഞ്ഞിരുന്നത് ഖോൽദോ ഖോൽദോ എന്നാണ്. ഈ വാക്ക് ആണ് ആഴത്തിൽ, ഈ വാക്കിൻ്റെ ഞെട്ടല് അവരുടെ ഉള്ളിലുണ്ട്. ഇതിൻ്റെ ഒരു റീകളക്ഷനാണ്, ഇതിൻ്റെ ഒരു പുനരാനയനാണ് യഥാർത്ഥത്തിൽ ഈ ഡോക്ടർ ഖോൽദോ എന്ന് പറയുന്ന ഈ തുറക്കാൻ പറയുമ്പോൾ ഈ കുട്ടിയുടെ ഉള്ളിൽ നടക്കുന്നത്. ഞാൻ പറയുന്നത് ഇതൊരു ചെറിയ സംഭവം മാത്രമാണ്. ഇങ്ങനത്തെ അനേകായിരം സംഭവങ്ങൾ നിങ്ങൾക്ക് ഈ പാർട്ടീഷന്റെ അനുഭവത്തിലൂടെ കടന്നുപോയാൽ അറിയാൻ പറ്റും. ഒരുപാട് പുസ്തകങ്ങൾ അതിനെപ്പറ്റി എഴുതപ്പെട്ടിട്ടുണ്ട്. ഇത് ഞാനൊരു ഫിക്ഷൻ ആയിട്ടുള്ള കഥയാണ്. പക്ഷെ ഇതിനെയൊക്കെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു യഥാർത്ഥ കഥകൾ നമുക്ക് ഈ പാർട്ടീഷന്റെ ഹിസ്റ്ററി പോയാൽ കിട്ടും. അപ്പൊ ഈ മനുഷ്യരാണ് ഈ ഡൽഹിയിൽ എത്തിയിട്ടുള്ളത്. ഇങ്ങനെ മകള് നഷ്ടപ്പെട്ട, അച്ഛൻ നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ അമ്മ നഷ്ടപ്പെട്ട, സ്വത്ത് നഷ്ടപ്പെട്ട, രോഗങ്ങളും ദീനങ്ങളും ഒക്കെ നിറഞ്ഞ ശരീരത്തോടു കൂടിയിട്ടാണ് ഈ മനുഷ്യർ ഡൽഹിയിൽ എത്തുന്നത്. ഡൽഹിയിലെത്തി നിറയുന്നവര്, ഇവർക്ക് യാതൊരു സൗകര്യമില്ല. ആ സമയത്ത് ഹിന്ദു മഹാസഭ തങ്ങളുടെ ഈ രാഷ്ട്രീയ അജണ്ട ഇവരെ ഉപയോഗിച്ചിട്ട് നടപ്പാക്കാൻ നിശ്ചയിക്കുകയാണ്. ഇന്ത്യ സെക്യുലർ കൺട്രി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ സെക്യുലർ കൺട്രി ആയതിൻ്റെ പിന്നില് ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഇന്ത്യയിലെ നേതാക്കൾ മുഴുവൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ എടുത്തു.
അല്ലെങ്കിൽ അതിൽ ഉറച്ചു നിന്നു. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ബഹുസ്വര രാഷ്ട്രമാണ്. ഇന്ത്യയിൽ ഒരു 500 കിലോമീറ്റർ എവിടെ സഞ്ചരിച്ചാലും ഭാഷ മാറും, വേഷം മാറും, ഭക്ഷണം മാറും, ആരാധനാ രീതി മാറും. അങ്ങനെയുള്ള ഒരു ഇന്ത്യയെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കിയാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യ തകർന്നു പോകുന്നതാണ്. ഇന്ത്യ എന്ന് പറയുന്ന ആശയം തന്നെ തകർന്നു പോകും. അപ്പൊ അതുകൊണ്ട് ആ കാര്യം ബഹുസ്വരത, ഇന്ത്യയുടെ സ്വഭാവ വിശേഷമായ ബഹുസ്വരത നിലനിർത്തണം എന്നുള്ള കാര്യത്തിൽ അവരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു. അത് മറ്റ് കാര്യങ്ങളിൽ വ്യത്യസ്തത ഉണ്ടായിരുന്നാൽ പോലും, അതിപ്പം കോൺഗ്രസ് ആയാലും അന്നത്തെ സോഷ്യലിസ്റ്റ് പാർട്ടി ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും മറ്റേത് പാർട്ടികളായാലും നമുക്ക് പരിചയമുള്ള മുഖ്യധാര പാർട്ടികൾ മുഴുവൻ ഇന്ത്യ ഒരു മതേതരമായി നിലകൊള്ളണം, ഇന്ത്യയുടെ ബഹുസ്വരത കാത്തു സൂക്ഷിക്കണം എന്ന് പറയുന്ന ആശയത്തിൽ ഉറച്ചു നിന്നു. രണ്ടാമത്, ഇന്ത്യ സെക്യുലർ കൺട്രി, അത് നിങ്ങൾ ഓർക്കണം. പാകിസ്ഥാൻ പോലൊരു രാഷ്ട്രം ഉണ്ടായിട്ട് അതിനേക്കാൾ മുസ്ലിങ്ങളുടെ ജനസംഖ്യ ഇന്ത്യ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഉണ്ടായിട്ട് ഇന്ത്യയിൽ വസിച്ചിരുന്ന മുസ്ലിങ്ങളിൽ ഭൂരിഭാഗം അങ്ങോട്ട് പോയില്ല. ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഈ രാജ്യം മതി, ഞങ്ങൾക്ക് ഒരു മതാധിഷ്ഠിത രാജ്യം വേണ്ട എന്നുള്ള ഒരു തീരുമാനം മുസ്ലിം സമുദായം അന്ന് എടുക്കുന്നുണ്ട്. ഇതിന്റെ കൂടി ബലമായിട്ടാണ് ഇന്ത്യ സെക്യുലർ കൺട്രി ആയിട്ട് തീരുന്നത്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ഹിന്ദു മഹാസഭയെ ചൊടിപ്പിച്ചത്. ഹിന്ദു മഹാസഭ ചെയ്യാൻ ശ്രമിച്ചത് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാകണമെങ്കിൽ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളെ ഇവിടുന്ന് ഓടിക്കണം. അപ്പൊ ഡൽഹിയില് ഒരുപാട് മുസ്ലിങ്ങൾ ഡൽഹി വിട്ടു പോകുന്നില്ല എന്ന് നിശ്ചയിച്ചിട്ട് ഞങ്ങൾ ഇന്ത്യയിൽ തന്നെ തുടരുമെന്ന് വിചാരിച്ച് അവിടെ താമസിക്കുകയാണ്. ഇവരോട് സവർക്കറും കൂട്ടരും പറയുന്നത്, ഈ അഭയാർത്ഥികളോട്, ഞാൻ പറഞ്ഞ ഈ സെൻസിറ്റീവായിട്ടുള്ള മനുഷ്യരോട്, ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരോട് സവർക്കറും കൂട്ടരും ആഹ്വാനം ചെയ്യുന്നത്, ഈ മുസ്ലിങ്ങളുടെ, ഡൽഹിയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകാത്ത മുസ്ലിങ്ങളുടെ എല്ലാ വീടുകളും കയ്യേറുക, എല്ലാ പള്ളികളും കയ്യേറുക, അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ മുഴുവൻ കയ്യേറുക. അങ്ങനെ വന്നാൽ ഡൽഹിയിലെ മുസ്ലിം എന്ത് ചെയ്യും? ഡൽഹിയിലെ മുസ്ലിമിന് മുമ്പിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, പാകിസ്ഥാനിലേക്ക് പോവുക എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. പാകിസ്ഥാൻ ഇങ്ങനെ തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ്, ഗേറ്റ് തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇവർ അവിടേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത് ഇന്ത്യ ഹിന്ദുരാഷ്ട്രമായിട്ട് തീരും. ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും പോവുകയാണെങ്കിൽ, ഇന്ത്യ പുറത്തേക്ക് പോവുകയാണെങ്കിൽ, പാകിസ്ഥാനിലേക്ക് പോവുകയാണെങ്കിൽ, കിഴക്കൻ പാകിസ്ഥാനിലേക്കോ പടിഞ്ഞാറൻ പാകിസ്ഥാനിലേക്കോ അവരെ പറഞ്ഞയക്കുകയാണെങ്കിൽ, ഇന്ത്യ എന്ന് പറയുന്നത് ഈ പറയുന്ന ഭരണഘടനയൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ്, ഈ സ്വാതന്ത്ര്യത്തിന്റെ ചൂട് മാറുന്നതിന് മുമ്പ് ഒരു ഹിന്ദുരാഷ്ട്രമാക്കി തീർക്കുക എന്നുള്ളതായിരുന്നു സവർക്കറുടെയും കൂട്ടരുടെയും ഉദ്ദേശം. ഇതിനെയാണ് ഗാന്ധി ചേർത്ത് നിന്നത്. എന്ന് പറഞ്ഞാൽ 2 നിരാഹാരങ്ങൾ, 72 മണിക്കൂർ കൽക്കട്ടയിലെ നിരാഹാരവും ഈ പറഞ്ഞ 5 ദിവസം ഡൽഹിയിലെ നിരാഹാരവും ഇല്ലെങ്കിൽ ഇന്ത്യ പൊട്ടിപ്പൊളിഞ്ഞ് അന്ന് തന്നെ പോയെന്നെ. ഈ നിരാഹാരാണ് യഥാർത്ഥത്തിൽ ഹിന്ദുരാഷ്ട്രം എന്ന അഹിംസ്ര മൃഗത്തിന്റെ വായിൽ നിന്ന് ഇന്ത്യയെ വലിച്ചെടുത്ത ഒരു വലിയ രാഷ്ട്രീയ പ്രവൃത്തി എന്ന് പറയുന്നത്. അതിനാണ് ഗാന്ധി വെടിയേറ്റ് മരിച്ചത്. ഈ പറയുന്ന ഈ നിരാഹാരം 18-ാം തീയതി കഴിയുന്നു, 30-ാം തീയതി നാഥുറാം ഗോഡ്സെ വെടിവെച്ചു കൊല്ലുന്നു. അപ്പൊ നാഥുറാം ഗോഡ്സെ വെടിവെച്ചു കൊന്നു, നാഥുറാം ഗോഡ്സെ പിടിയിലാവുന്നു. നാഥുറാം ഗോഡ്സെ പരസ്യമായി നടത്തിയ പ്രവർത്തനാണ്, അതുകൊണ്ട് നാഥുറാം ഗോഡ്സെ പിടിയിലാവുന്നു. നാഥുറാം ഗോഡ്സെയുടെ ഉദ്ദേശം ഇത് എൻ്റെ മാത്രം പ്രവൃത്തിയാണ്, എൻ്റെ മാത്രം ഒരു ക്രിയയാണ് എന്ന് കുറ്റം ഏറ്റു പറഞ്ഞ് തന്നെ ശിക്ഷിക്കുക. മറിച്ച് ഗാന്ധിയെ പോലുള്ള ഒരു വലിയ ഹിമാലയത്തെ നീക്കം ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ഹിന്ദുരാഷ്ട്ര പ്രോജക്റ്റ് പൊളിച്ച ഒരാളെ വഴിയിൽ നിന്ന് നീക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വീണ്ടും ആ പ്രോജക്റ്റിനെ പ്രവർത്തിക്കാനുള്ള ഒരു മണ്ഡലം തെളിഞ്ഞു കിട്ടും എന്നുള്ളതായിരുന്നു നാഥുറാം ഗോഡ്സെയുടെ ഉദ്ദേശം. പക്ഷേ ഈ പറഞ്ഞ പോലെ ചില ചെറിയ ഈ നമ്മൾ ചരിത്രം എപ്പം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വലിയ വലിയ ഗൂഢാലോചനകൾ വെളിപ്പെടുന്നത് ചെറിയ ചെറിയ ഈ നിസ്സാരമായ പഴുതി കൂടിയാണ്. നാഥുറാം ഗോഡ്സെ വലിയ കണക്ക് എഴുതി വെക്കുന്ന ആളായിരുന്നു. അയാൾ ഈ പറഞ്ഞ ഒരു പൈസ ചെലവാക്കുന്ന കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് ഒരു ഹിന്ദു ഫാസിസ്റ്റ് സംഘടനയോട് അത്രമാത്രം കൂറുള്ള ആളായതുകൊണ്ട് ഈ കണക്ക് എഴുതിയ കടലാസ് മൂപ്പര് കീശയിൽ തന്നെ ഇട്ടിരുന്നു. അത് നോക്കിയപ്പോൾ ബോംബെന്ന് ഡൽഹിയിലേക്ക് ഫ്ലൈറ്റ് ചാർജ് ഉണ്ടെന്ന്. അന്ന് 120 രൂപയോ 135 രൂപയോ എങ്ങാണ്ടാണ് ആ ഫ്ലൈറ്റ് ചാർജ്. ആ ഇത് നോക്കിയപ്പോൾ 2 ആൾ സഞ്ചരിച്ച കാശുണ്ട്, അതിൽ 2 പേരുടെ പൈസയുണ്ട്. അപ്പൊ ആ പഴുതിന്ന് ചോദ്യം ചെയ്താണ് കൊണ്ടുവരുന്നത്. മാത്രല്ല അതിന് മുമ്പ് ഈ 30-ാം തീയതി ഗാന്ധിയെ വധിക്കുന്നതിന് മുമ്പ് 18-ാം തീയതി ഗാന്ധിയുടെ നിരാഹാരം പിൻവലിച്ചു.
ഈ നിരാഹാരം പിൻവലിക്കുമ്പോൾ ഒരുപാട് കണ്ടീഷൻസ് എഴുതിയിട്ട് അന്നത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളെ കൊണ്ടും ഒപ്പിടിച്ചിട്ടാണ് ഗാന്ധി നിരാഹാരം പിൻവലിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഈ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഈ മുസ്ലിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇവരുടെ വീടുകളിൽ കയറി താമസിച്ചിട്ടുണ്ട്. ഈ പറയുന്ന അഭയാർത്ഥികൾ മുസ്ലിങ്ങളുടെ വീടുകളിൽ കയറി താമസിച്ചു, അത് മുഴുവൻ ഒഴിയണം. പള്ളികളിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു കൊടുക്കണം. കച്ചവട കേന്ദ്രങ്ങളിൽ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റണം. അത് കഴിഞ്ഞിട്ടൊരു കണ്ടീഷൻ പറഞ്ഞു, ഈ പാകിസ്ഥാനിലേക്ക് പോയ ആരെങ്കിലും ഇന്ത്യയിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ പൗരത്വം കൊടുക്കണം. ഇതായിരുന്നു അവസാനത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് വിഭജനം കഴിഞ്ഞു, നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ സംഭവിച്ചു കഴിഞ്ഞു. ഇവിടെ നിന്ന് പോയ മനുഷ്യർക്ക് ഏത് നിമിഷവും തിരിച്ചു വരാൻ പറ്റണം. നിങ്ങൾ ആലോചിക്കണം, നാഥറാം ഗോഡ്സെ ഗാന്ധിയെ അതിനൊക്കെ വേണ്ടി കൊന്നിട്ടും ഈ CAA ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിമിന് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്നുള്ളതാണ്. മുസ്ലിമിന് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അംഗത്വം കൊടുക്കാന്നാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ചരിത്ര തുടർച്ച ആലോചിച്ച് നോക്കുക, രാഷ്ട്രീയത്തിന്റെ തുടർച്ച ഒന്ന് ആലോചിച്ച് നോക്കുക. ഗാന്ധി അന്ന് പൊളിച്ചു കളഞ്ഞ സാധനം വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ നിയമമായപ്പോൾ അത് കൊണ്ടുവരികയാണ്. അത് ഗാന്ധിക്കെതിരെയുള്ള ഒരു വലിയ നിയമനിർമ്മാണമായിരുന്നു ഈ CAA എന്ന് പറയുന്നതെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇത് സംഭവിക്കുന്നു. ഇത് സംഭവിച്ചതിന് ശേഷം ഈ പറഞ്ഞ പോലെ മുസ്ലിങ്ങൾ ഇന്ത്യ വിട്ടു പോകുന്നില്ല എന്നുള്ള നിലപാടെടുക്കുന്നു. ഈ അഭയാർത്ഥി പ്രശ്നം പരിഹരിക്കാനായി അന്ന് ഗാന്ധി പ്രധാനമന്ത്രിയുടെ വസതി വരെ തുറന്നു കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ മന്ത്രിമന്ദിരങ്ങളിലും ഈ അഭയാർത്ഥികളെ കയറി താമസിക്കുന്നുണ്ട്. അവരുടെ കാര്യങ്ങൾ പരിഹരിക്കുന്നവരെ പ്രധാനമന്ത്രി നെഹ്റുവിൻ്റെ വീട്ടിൽ വരെ ഈ അഭയാർത്ഥികളെ കയറി താമസിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്തിട്ടാണ്. അത് മാത്രമല്ല, ഞാൻ മതവിശ്വാസിയാണ്, ദൈവവിശ്വാസിയാണ് നിരന്തരം, ഹിന്ദു മതവിശ്വാസിയാണെന്ന് നിരന്തരം പറഞ്ഞിരുന്ന ഗാന്ധി നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഈ സാധാരണ ഹിന്ദുമത വിശ്വാസിയാണെന്ന് പറഞ്ഞ ഒരാളുടെ ജീവിതം വർണ്ണിക്കുമ്പോൾ അയാൾ അവസാനം സന്ദർശിച്ച ഈ മത തീർത്ഥാടന കേന്ദ്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാശിയോ രാമേശ്വരമോ അല്ലെങ്കിൽ അങ്ങനെ വല്ല ഉത്തരം കിട്ടുകയാണെങ്കിൽ സാധാരണ ആൾക്കാർക്ക് അത്ഭുതപ്പെടാനില്ല. കാരണം അങ്ങനെയാണല്ലോ മതവിശ്വാസത്തിന്റെ പോക്ക്. ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യത്യാസമുണ്ട്. ഗാന്ധിയെ സംബന്ധിച്ച് നമ്മൾ ചോദിക്കുകയാണ്, ഇങ്ങനെ നിരന്തരം വിശ്വാസിയാണെന്നൊക്കെ പറഞ്ഞിരുന്ന ഗാന്ധി അവസാനം സന്ദർശിച്ച തീർത്ഥാടന സ്ഥലം അല്ലെങ്കിൽ മത തീർത്ഥാടന സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ അത് ഖാജാ ഖുത്ബുദ്ദീന്റെ ഖബറാണ്. എന്ന് പറഞ്ഞാൽ ഹിന്ദു ആണെന്ന് നിരന്തരം പറഞ്ഞിരുന്ന ആൾ അവസാനം സന്ദർശിക്കുന്ന തീർത്ഥാടന കേന്ദ്രം എന്ന് പറയുന്ന ഖാജാ ഖുത്ബുദ്ദീൻ എന്ന് പറയുന്ന മെഹ്റോളിൽ നിങ്ങൾ ഇന്ന് പോയാലും കാണാം, ഡൽഹിയിലുണ്ട്. ഈ ഖബറാണത്. അവിടെ ഉറൂസ് കൊണ്ടാടും എല്ലാ കൊല്ലവും ജനുവരിയിൽ. ആ ഉറൂസിലാണ് അവസാനം പങ്കെടുക്കുന്നത്. അത് ഗാന്ധിയുടെ ഈ നിരാഹാരം പിൻവലിക്കുന്ന കണ്ടീഷനിൽ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇത്തവണത്തെ ഉറൂസ് ഈ പറയുന്ന ഖബറിടത്തിലൊക്കെ ഈ അഭയാർത്ഥികളെ കൊണ്ട് ഹിന്ദു മഹാസഭ തള്ളിക്കയറ്റിയിരിക്കുകയാണ്. ആ ഖബറൊക്കെ തല്ലി തകർത്ത് ആകെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഗാന്ധി പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും കൂടി ഇത്തവണത്തെ ഉറൂസ് നടത്താം അവിടുത്തെ. അങ്ങനെ അവിടെ ഉറൂസ് നടത്തുന്നു. 27-ാം തീയതി ആ പടം നെറ്റിലുണ്ട്, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കാണാൻ പറ്റും ഇപ്പോഴും. ആ ഖാജാ ഖുത്ബുദ്ദീന്റെ ഖബറിൽ ഗാന്ധിയും മനുവും ആഭയും ഒക്കെ ചേർന്നിട്ട് വലിയ ജനക്കൂട്ടത്തിന്റെ നടുക്ക് നിൽക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ ഒരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രത്തിലാണ് ഞാൻ ഹിന്ദു ആണെന്ന് പറയുന്ന നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഗാന്ധി അവസാനമായി പങ്കെടുക്കുന്നത്. അതിൻ്റെ കൂലിയും കൂടിയായിട്ടാണ് 3 ദിവസം കഴിഞ്ഞപ്പോൾ നാഥറാം ഗോഡ്സെ വെടിവെച്ച് കൊന്നത്. അപ്പം ഇതിനു മുമ്പ് 20-ാം തീയതി ഇവരൊരു ശ്രമം നടത്തുന്നുണ്ട്. ആദ്യത്തെ ശ്രമം നടത്തുന്നത് 20-ാം തീയതിയാണ്. 20-ാം തീയതി ശ്രമം പരാജയപ്പെട്ടു. 20-ാം തീയതിയിലെ ശ്രമത്തിൽ ആകെ ഈ കൂട്ടത്തിലുണ്ടായിരുന്ന നമ്മൾ ഈ പറഞ്ഞ 12 പ്രതികളിൽ ഒരാള് മാത്രം പിടികിട്ടി. കാരണം ഗാന്ധി പ്രാർത്ഥന സമ്മേളനത്തിന് ഇരിക്കുന്നു. ഇവരുടെ പ്ലാൻ എന്തായിരുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഗാന്ധി പ്രാർത്ഥനാ സമ്മേളനത്തിൽ ഇരിക്കുന്നു. ഇതിന് പിന്നിൽ ഇപ്പം നിങ്ങൾ ഡൽഹിയിൽ പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും, ഈ ബിർള ഹൗസിൽ ഗാന്ധി വെടിയേറ്റ് മരിച്ച സ്ഥലത്ത് ആ ഗാന്ധി ഇരുന്നിരുന്ന സ്ഥലത്തിന് പിന്നിൽ ഈ ബിർള ഹൗസിലെ സെർവൻസ് ക്വാർട്ടേഴ്സാണ്. ഈ പരിചാരകന്മാരും പരിചാരികളും താമസിക്കുന്ന സ്ഥലമാണ്. അതിപ്പോഴും ഉണ്ട് അവിടെ തന്നെ. അതിൻ്റെ ഈ ക്വാർട്ടേഴ്സിൽ കയറിയിട്ട് ഈ ഗ്രില്ലിൽ കൂടി, അപ്പം അതിനൊക്കെ ചെറിയ ചെറിയ കിളിവാതിലുകളുണ്ട്. ഈ കിളിവാതിൽ കൂടി ഗാന്ധിയുടെ പിന്നിലേക്ക് വെടിവെക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ പ്ലാൻ ഗോഡ്സെയും കൂട്ടരും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ആപ്തയാണത്. ഈ ഗാന്ധിവധത്തിൽ 2 പേരെയാണ് തൂക്കിക്കൊന്നതെന്ന് നിങ്ങൾക്ക് അറിയാലോ, ഗോഡ്സെയും ആപ്തയാണ്. ആപ്തയാണ് ആ സമയത്തൊക്കെ ഇത് പ്ലാൻ ചെയ്യുന്നത്.
ആപ്തേരെ പ്ലാൻ അതായിരുന്നു, ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി പറ്റുക, എന്നിട്ട് ഗാന്ധി ഇങ്ങനെ ഇരിക്കുന്നു, പിന്നിലേക്ക് ശിരസിൻ്റെ പിന്നിലേക്ക് വെടിവെക്കുക, എല്ലാവരും രക്ഷപ്പെടുക എന്നുള്ളതായിരുന്നു പ്ലാൻ. അപ്പോൾ ഈ വെടിവെക്കാനുള്ള സന്ദർഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ഗൺ കോട്ടൺ സ്ലാബ് പൊട്ടിച്ചിട്ട്, ഈ പ്രാർത്ഥന സമ്മേളനമാണ്, ആളുകളുണ്ട്, അപ്പോൾ ഒരു ഗൺ കോട്ടൺ സ്ലാബ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ ആളുകളുടെ ശ്രദ്ധ അങ്ങോട്ട് പോകും, ആ സമയത്ത് വെടിവെക്കുക എന്നുള്ളതായിരുന്നു പ്ലാൻ. പക്ഷേ ഈ ഗൺ കോട്ടൺ സ്ലാബ് കത്തിച്ചു. മദൻലാൽ പഹ്വ എന്ന് പറയുന്ന ഒരു അഭയാർത്ഥിയാണ്. ഈ പാകിസ്ഥാനിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓടി വരേണ്ടി വന്ന ഒരാളെ കൊണ്ടാണ് ഇത് ചെയ്യിക്കുന്നത്. അവിടുന്ന് എല്ലാ വിട്ടെറിഞ്ഞ് ഓടിപ്പോകുന്ന ഒരാളാണ് മദൻലാൽ പഹ്വ. പഹ്വയുടെ ബന്ധുക്കൾക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ അതിർത്തി ക്രോസ് ചെയ്യുന്നതിനിടയിൽ ഇങ്ങനെ ഇന്ത്യയിലേക്ക് വരുന്ന, പാക്പത്താൻ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അയാൾ ജനിച്ചത്, അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാണ് ഈ പാർട്ടീഷൻ നടക്കുമ്പോൾ. അപ്പം ഇങ്ങോട്ട് വരുന്നതിനിടയ്ക്ക് ഒരുപാട് ദുരന്തങ്ങൾ അയാളുടെ കുടുംബത്തിന് നേരിടേണ്ടി വന്നു. അപ്പം അയാൾ ഇങ്ങനെ ഒരു കുന്തമുനയായിട്ട് നിൽക്കുന്ന ആളെയാണ് ശരിക്കും പറഞ്ഞാൽ സവർക്കറിന്റെ കയ്യിൽ കിട്ടുന്നവരാ. 100% പറയാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സവർക്കർ കോടതി വെറുതെ വിട്ടു. സവർക്കറെ കോടതി വെറുതെ വിട്ടു എന്നുള്ളത് സത്യമാണ്. ആദ്യത്തെ കോടതി തന്നെ വെറുതെ വിട്ടു, ഈ സ്പെഷ്യൽ കോർട്ട് തന്നെ വെറുതെ വിട്ടിട്ടുണ്ട്. സ്പെഷ്യൽ കോർട്ട് വിട്ടതിൻ്റെ ഒരു കാര്യം, ഈ ഗൂഢാലോചനയുടെ ചുരുളഴിയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിരവധി ആകസ്മിക സംഭവങ്ങളിലൂടെയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ആകസ്മികത എന്ന് പറയുന്നത്, പൂർണ്ണമായ ആകസ്മികത എന്ന് പറയാൻ പറ്റില്ല, ഈ പ്രതികളിൽ ഒരാൾ, ദിഗംബർ ബഡ്ഗെ എന്ന് പറയുന്ന ഒരാൾ മാപ്പുസാക്ഷിയാവുന്നുണ്ട്, അയാൾ അപ്രൂവർ ആവുന്നുണ്ട്, പോലീസ് അപ്രൂവർ ആവുന്നുണ്ട്. അയാളാണ് ഈ കേസിൻ്റെ മുഴുവൻ കാര്യങ്ങളും വെളിപ്പെടുത്തുന്നത്, പോലീസിനോട് വെളിപ്പെടുത്തുന്നത്. ഇന്നും അതെ അന്നും അതെ. അന്ന് ബ്രിട്ടീഷ് IPC തന്നെയാണ് തുടരുന്നത്, ബ്രിട്ടീഷ് പീനൽ കോഡ് തന്നെയാണ് തുടരുന്നത്. അത് പ്രകാരം ഒരാൾ ഒരു കേസിൽ ഒരു മാപ്പ് സാക്ഷി ഇങ്ങനെയാണ് നടന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. മറിച്ച് അതിന് ഉപോത്ബലകമായ തെളിവുകൾ, കൊറോബറേറ്റീവ് എവിഡൻസസ് തരണം. ആര് തരണം? പ്രോസിക്യൂഷൻ തരണം. അത് ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്ന് പറഞ്ഞാണ് യഥാർത്ഥത്തിൽ ഈ സവർക്കറെ വിടുന്നത്. സവർക്കർക്കെതിരെ തെളിവുകൾ ഒരുപാട് നൽകിയിരുന്നു, സവർക്കർക്കെതിരെ മാപ്പുസാക്ഷി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ഗൂഢാലോചനയുടെ കേന്ദ്രം സവർക്കറാണെന്ന് വെളിപ്പെടുത്തിയിരുന്നു. ഇതൊക്കെ പറഞ്ഞിട്ടും ഇതിന് ഉപോത്ബലകമായ തെളിവുകൾ പോലീസിന് ഹാജരാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇയാളെ വിടുന്നു. വിധിയിൽ പ്രത്യേകം പറയുന്നുണ്ട്, ആ വിധിന്യായത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, മാപ്പുസാക്ഷിയെ അവിശ്വസിക്കേണ്ട കാര്യമില്ല, മാപ്പുസാക്ഷി ബാക്കിയെല്ലാം ശരിയാണ്, അതുകൊണ്ട് മാപ്പുസാക്ഷിയെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. മാപ്പുസാക്ഷി പ്രേരണയ്ക്ക് വിധേയനായിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ പോലീസ് ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമല്ല പോലീസിന്റെ പക്ഷം ചേർന്നത്. മറിച്ച് ഈ സവർക്കറുടെ കേസിൽ പ്രോസിക്യൂഷനാണ് പരാജയപ്പെട്ടത്. മാപ്പുസാക്ഷിയല്ല വിശ്വസിക്കേണ്ടത്, മാപ്പുസാക്ഷി നൽകിയ ആ മൊഴിക്ക് അനുസരിച്ചുള്ള കൊറോബറേറ്റീവ് എവിഡൻസസ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഗോഡ്സെ പോയി കാണുന്നത് പറയുന്നുണ്ട്. ആപ്തേയും ഗോഡ്സെയും വിഷ്ണു കർക്കരെ, മൂന്നാമത്തെ പ്രതിയായിരുന്ന വിഷ്ണു കർക്കരെയും കൂടി സന്ദർശിക്കുന്ന പറയുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇയാൾ ബഡ്ഗെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും തെളിയിക്കാൻ പറ്റിയില്ല, തെളിയിക്കാൻ കോടതിയിൽ ഹാജരാക്കാൻ പറ്റില്ല. അങ്ങനെയാണ് വെറുതെ വിടുന്നത്. വെറുതെ വിട്ടു. പക്ഷേ അതും വലിയ രസമാണ്. ചരിത്രത്തിൻ്റെ ചില ഗതിവിഗതികൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. രണ്ടാളെ തൂക്കിക്കൊന്നു, ആപ്തേയും ഗോഡ്സെയും തൂക്കിക്കൊന്നു. ബാക്കി പ്രധാനപ്പെട്ട ആളുകളൊക്കെ ജീവപര്യന്തം തടവ് കിട്ടി. കുറച്ച് ആൾക്കാരെ വെറുതെ വിട്ടിട്ടുണ്ട്, സവർക്കർ ഉൾപ്പെടെയുള്ള കുറച്ച് ആൾക്കാരെ വെറുതെ വിട്ടിട്ടുണ്ട്. തോക്ക് തന്ന ഡോക്ടർ പർച്ചൂരെ വെറുതെ വിട്ടിട്ടുണ്ട്. അത് അന്ന് പർച്ചൂരെ ഗ്വാളിയർ നാട്ടുരാജ്യത്തിലാണ്, ബ്രിട്ടീഷ് പ്രൊവിൻസിലാണ് കേസ് നടക്കുന്നത്. അങ്ങനെ നാട്ടുരാജ്യത്തിന് ഒരു പൗരനെ ബ്രിട്ടീഷുകാർക്ക്, അന്ന് പ്രൊവിൻസ് ഒന്നും തരംതിരിച്ചിട്ടില്ല, നമ്മുടെ ഈ സംസ്ഥാനമൊന്നും രൂപീകരിച്ചിട്ടില്ല. അപ്പം നാട്ടുരാജ്യത്തിന് ഒരു നയമാണ്, ബ്രിട്ടീഷ് പ്രൊവിൻസിന് ഒരു നയമാണ്. അങ്ങനെയുള്ള സാങ്കേതിക കാര്യം പറഞ്ഞിട്ടാണ് ഈ ബെറട്ട 9mm തോക്ക് കൊടുത്ത ഡോക്ടർ പർച്ചൂരിയെ വെറുതെ വിടുന്നത്. ബാക്കി പ്രധാനപ്പെട്ട 2 പ്രതികളെ തൂക്കിക്കൊന്നു, ബാക്കിയുള്ളവർ ജീവപര്യന്തം കിട്ടി. ഈ ജീവപര്യന്തം കിട്ടിയ മനുഷ്യർ, ഒരാള് നാഥറാം ഗോഡ്സെയുടെ അനിയനാണ് ഗോപാൽ ഗോഡ്സെ, മറ്റൊരാള് വിഷ്ണു കർക്കരെ എന്ന് പറയുന്ന അന്ന് സ്പോട്ടിൽ ഉണ്ടായിരുന്ന ആളാണ്. ഈ വെടിവെക്കുമ്പോൾ, ഗോഡ്സെ വെടിവെക്കുമ്പോൾ സ്പോട്ടിൽ 2 ആളാണ് ഉണ്ടായത്. ആപ്തേയും വിഷ്ണു കർക്കരെയാണ് വിറ്റ്നസ് ചെയ്യാൻ ഉണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആളാണ്. അയാൾക്ക് ജീവപര്യന്തം കിട്ടി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഗൺ കോട്ടൺ സ്ലാബ് കത്തിച്ച് 20-ാം തീയതി
ഗൺ കോട്ടൺ സ്ലാബ് കത്തിച്ച മദൻലാൽ പഹ്വയ്ക്കും കിട്ടി ജീവപര്യന്തം. ഇവരെ 14 കൊല്ലം കഴിഞ്ഞ് 1964 ആയപ്പോൾ ഇവരെ ജീവപര്യന്തം തുറന്നു വിടുകയാണ്. അവിടുത്തെ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് തുറന്നു വിടുകയാണ്. അന്ന് പൂനെയിൽ ഈ RSSകാരും അതുപോലെ തന്നെ ഹിന്ദു മഹാസഭക്കാരൊക്കെ ചേർന്നിട്ട് ഇവർക്കൊരു സ്വീകരണം കൊടുക്കുന്നുണ്ട്. ഗാന്ധിവാദത്തിലെ പ്രതികൾക്ക് പുറത്ത് വിട്ടപ്പോൾ വലിയ സ്വീകരണമാണ്. ഈ സ്വീകരണം നടത്തുന്നത് ദേശഭക്ത് നാഥറാം ഗോഡ്സെയുടെ പേരിലാണ് ഈ സ്വീകരണം നടത്തുന്നത്. ദേശഭക്ത് നാഥറാം ഗോഡ്സെ അനുസ്മരണ കമ്മിറ്റിയാണ് ഈ സ്വീകരണം കൊടുക്കുന്നത്. ഈ സ്വീകരണത്തിന് ഇവർ വന്നിരിക്കുമ്പോൾ അന്ന് തിലകിന്റെ കൊച്ചുമോനായിരുന്ന അല്ലെങ്കിൽ ഹിന്ദു മഹാസഭയുടെ വലിയ പ്രവർത്തകനായിരുന്ന, അന്ന് അതിൻ്റെ ഒരു പ്രസിദ്ധീകരണമായിരുന്ന തരുൺ ഭാരത് എന്നൊക്കെ പറയുന്ന പ്രസിദ്ധീകരണത്തിന്റെ പത്രാധിപരായിരുന്ന GV കേത്കർ എന്ന് പറയുന്ന ഒരാള് ഇവർക്ക് സ്വീകരണത്തിൽ ഒരു പ്രസംഗം നടത്തുകയാണ്. ഈ പ്രസംഗത്തിൽ ഇയാൾ പറഞ്ഞു, ഗോഡ്സെ ഗാന്ധിയെ കൊല്ലുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആ കാര്യം എന്നോട് വെളിപ്പെടുത്തിയിരുന്നു എന്ന് പറയാണ്. ആ കാര്യം എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ അവിടെ ഇരിക്കുന്ന ഗോപാൽ ഗോഡ്സെക്ക് പ്രതികളിൽ ഒരാളായിരുന്ന പ്രധാന പ്രതിയായിരുന്ന നാഥറാം ഗോഡ്സെയുടെ അനുജനായിരുന്ന ഗോപാൽ ഗോഡ്സെ അപ്പൊ തന്നെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. ഇയാളെ നിങ്ങൾ വിടുവായത്തം പറയല്ലേ എന്ന് പറഞ്ഞിട്ട് തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇയാൾ പറഞ്ഞു, ഇതൊക്കെ കേസൊക്കെ കഴിഞ്ഞു, ശിക്ഷയൊക്കെ കഴിഞ്ഞു, ഇനി കേസ് ക്ലോസ് ചെയ്തു, ഇനി എനിക്ക് പറയാം എന്ന് പറഞ്ഞിട്ട് ഇയാൾ വീണ്ടും അത് ആവർത്തിക്കും. നാഥറാം ഗോഡ്സെ എന്നോട് വെളിപ്പെടുത്തിയിരുന്നു ഈ കാര്യങ്ങളൊക്കെ, ഞാൻ ഇങ്ങനെ കൊല്ലാൻ പോകുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. ഇത് പിറ്റേ ദിവസം എല്ലാ പത്രങ്ങളിലും അടിച്ചു വന്നു. പ്രത്യേകിച്ച് ബോംബെയിലെ പ്രധാന പത്രമായിട്ടുള്ള ടൈംസിലും, ടൈംസ് ഓഫ് ഇന്ത്യയിലും, ഇന്ത്യൻ എക്സ്പ്രസിലും അത് വലിയ റിപ്പോർട്ടായി. വലിയ റിപ്പോർട്ടായതിനൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഇവര് സാധാരണ സമ്മേളനമല്ല, ഗാന്ധിവധത്തിലെ പ്രതികൾക്ക് സ്വീകരണം കൊടുക്കുകയാണ്. സ്വീകരണം കൊടുക്കുന്നത് നാഥുറാം ഗോഡ്സെ, ദേശഭക്ത നാഥുറാം ഗോഡ്സെ അനുസ്മരണ സമിതിയുടെ ബാനറിലാണ്. അപ്പൊ അങ്ങനെ സ്വീകരണം കൊടുക്കുന്നതിലാണ് പ്രസംഗിക്കുന്നത്. അപ്പോ ഇത് വലിയ തരത്തിൽ വാർത്തയായി. പാർലമെന്റിൽ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MP ആയിരുന്ന ഭൂപേഷ് ഗുപ്തയൊക്കെ ഏറ്റുപിടിച്ചു. വലിയ തരത്തിൽ ഇത് വീണ്ടും അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് വീണ്ടും അന്വേഷിക്കുകയാണ്, ഗൂഢാലോചന വീണ്ടും അന്വേഷിക്കുകയാണ്. ഗാന്ധിവധത്തിലെ കേസ് തീർന്ന ഫയൽ വീണ്ടും തുറക്കുകയാണ്. ഈ തുറക്കുമ്പോൾ അതാണ് ഈ കപൂർ കമ്മീഷൻ റിപ്പോർട്ട് നമ്മൾ ഇന്ന് പറയുന്ന. ഗോപാൽ സ്വരൂപ് പാഠക് എന്ന് പറയുന്ന ഒരാളെയാണ് ആദ്യം കമ്മീഷനായിട്ട്, ഏകാംഗ കമ്മീഷനായിട്ട് നിയമിക്കുന്നത്. ഈ ഗോപാൽ സ്വരൂപ് പാഠക് പിന്നീട് ഗവർണറും മന്ത്രിയൊക്കെ ആയപ്പോൾ അദ്ദേഹത്തിന് തുടരാൻ കഴിയാതെ പോയി. ജസ്റ്റിസ് ജീവൻലാൽ കപൂർ അവിടെ വരുന്നു. ഈ കപൂർ കമ്മീഷൻ, ജീവൻലാൽ കപൂറിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ ഗാന്ധിവധത്തിന്റെ എല്ലാ തെളിവുകളും അരിച്ചു പറക്കുന്നുണ്ട്. അങ്ങനെ അരിച്ചു പറക്കുമ്പോൾ അന്ന് സവർക്കറുടെ ബോഡി ഗാർഡായിരുന്ന അപ്പ രാമചന്ദ്ര കസാർ എന്ന് പറഞ്ഞ ആളെയും സെക്രട്ടറി ആയിരുന്ന വിഷ്ണു ഡാംലെയെയും പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. പോലീസ് ചോദ്യം ചെയ്യുക മാത്രമല്ല, നേരത്തെ പറഞ്ഞ അപ്രൂവർ, മാപ്പുസാക്ഷി പറഞ്ഞ മൊഴികൾക്കനുസൃതമായിട്ടുള്ള തെളിവുകളൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതെന്തുകൊണ്ടോ കോടതിയിൽ എത്തിയില്ല. അങ്ങനെയാണ് സവർക്കർ രക്ഷപ്പെടുന്നത്. ഇവർ വീണ്ടും ആ തെളിവുകൾ എടുത്തു. 69 ഈ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ ഒരേ ഒരു ഫൈൻഡിങ് ഉള്ളൂ. ഇത് ഒരുപാട് വലിയ 2 വോളിയുള്ള റിപ്പോർട്ടാണ്. ഈ 2 വോളിയങ്ങളിൽ കൂടെ കടന്നുപോയാൽ ഇന്ത്യയിലെ ഈ ഹിന്ദുത്വ കക്ഷികൾ, ഹിന്ദുത്വ ഫാസിസ്റ്റ് കക്ഷികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ള വലിയ തരത്തിലുള്ള വെളിപാട് അതിൻ്റെ ഉള്ളിലുണ്ട്. വലിയ തരത്തിലുള്ള അതിൻ്റെ യുക്തികൾ അതിൻ്റെ ഉള്ളിൽ മുഴുവനുണ്ട്. പക്ഷേ അതിൻ്റെ ഫൈൻഡിങ് ഒന്നേ ഉള്ളൂ. ഫൈൻഡിങ് ഇതാണ്: സവർക്കറും സവർക്കറൈറ്റുകളുമാണ് ഈ കൊലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ്. എന്ന് പറഞ്ഞാൽ സവർക്കറെ മാറ്റിയ കോടതി വിധിയിൽ വെറുതെ വിട്ടെങ്കിലും പിന്നീടുണ്ടായ കപൂർ കമ്മീഷന്റെ ഫൈൻഡിങ്ങിൽ സവർക്കർ ആണ് 1-ാം പ്രതിയായിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാം, പിന്നെ എന്തുകൊണ്ട് സവർക്കറെ അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളത്. സവർക്കർ ഇത് 69 സമർപ്പിക്കുന്നത്. 66 മരിച്ചുപോയി. സവർക്കർ മരിച്ചുപോയി എന്നുള്ളത് മാത്രമല്ല, സവർക്കർ ഈ കമ്മീഷൻ റിപ്പോർട്ട്, കമ്മീഷന്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സവർക്കർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ പറയുന്ന തരത്തിൽ താൻ കുടുക്കിലാവും, തനിക്കെതിരെയുള്ള എല്ലാ തെളിവും വരുന്നുണ്ട്. അപ്പോഴും സവർക്കർ സവർക്കറുടെ ജീവചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി ഇത്രയും
ഈ എന്താ പറയുക കുടില ബുദ്ധിയുള്ളൊരു രാഷ്ട്രീയക്കാരൻ. ഒരുപക്ഷെ ഹിറ്റ്ലർക്ക് മാത്രമേ അതുണ്ടാകും. ഹിറ്റ്ലർക്ക് മുദ്രാവാക്യം കൊടുത്ത ആളാണ്. ഹിറ്റ്ലർക്ക് മുദ്രാവാക്യം കൊടുത്ത ആളാണ് സവർക്കർ. ജർമ്മനിയിൽ ജർമ്മൻകാർ ഒരു രാഷ്ട്രവും ജൂതർ ഒരു സമുദായവുമാണ് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഹിറ്റ്ലർ ഒരു സമയത്ത് പറയുന്നുണ്ട്. ജർമ്മനിയിൽ ജർമ്മൻകാർ എന്ന് പറഞ്ഞാൽ ആര്യന്മാർ എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രമാണ്. പക്ഷെ ജൂതന്മാർ എന്ന് പറഞ്ഞ ഒരു സമുദായം മാത്രമാണെന്ന് പറയുന്നത്. ഇത് സവർക്കർ കൊടുത്താണ്. സവർക്കറാണ് ഇത് ആദ്യം കൊടുത്തത്. സവർക്കർ മറാത്തി പറഞ്ഞ വാചകം അന്ന് വോൾഷിക്കർ ബിയോബാച്ചർ എന്ന് പറയുന്ന ജർമ്മൻ പത്രത്തിൽ അടിച്ചു വന്നിട്ട് അതാണ് പിന്നെ ഹിറ്റ്ലർ റിപ്പീറ്റ് ചെയ്യുന്ന ഓർക്കണം. ഈ കുടില ബുദ്ധി എന്ത് ചെയ്തു എന്നറിയോ? ഈ തെളിവുകൾ കപൂർ കമ്മീഷന് കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ഒരു ലേഖനം എഴുതി, ആത്മാർപ്പൺ എന്ന് പറയുന്ന ലേഖനം. അന്ന് സവർക്കർക്ക് 80 വയസ്സൊക്കെ കഴിഞ്ഞു, മാത്രമല്ല ആരോഗ്യമൊക്കെ ക്ഷയിച്ചു വരികയാണ്. ആത്മാർപ്പൺ എന്ന് പറഞ്ഞ ലേഖനം എഴുതി. ആത്മാർപ്പൺ എന്ന് പറഞ്ഞ ലേഖനത്തിലെ പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ്, ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കെട്ടിക്കിടക്കേണ്ട കാര്യമില്ല, എത്രയും പെട്ടെന്ന് ഭൂമി വിട്ടു പോവുക. അതാണ് അത് ഒരു മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ഒരു സ്വാഭാവിക അന്ത്യം അതാണെന്ന് പറഞ്ഞ് അയാൾ മരുന്ന് നിർത്തി, ഭക്ഷണം കഴിക്കൽ നിർത്തി, എല്ലാം നിർത്തിയിട്ട് ആത്മഹത്യ ചെയ്യാണ് ഉണ്ടായത്. ആത്മാർപ്പണം എന്നൊക്കെ വലിയ പേര് കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ കമ്മീഷൻ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അന്നേ അൺപോപ്പുലർ ആയിരുന്നു സവർക്കർ, ഇനിയും തൻ്റെ പോപ്പുലാരിറ്റി പോകും, തൻ്റെ ചിത്രം വികൃതമാവുന്നു കണ്ടിട്ട് ആ രീതിയിൽ മരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നീട് സവർക്കർക്കെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാത്തത്. നമ്മുടെ മുന്നിലുള്ള ക്വസ്റ്റ്യൻ, ഇതിലൊരു നീതിയെ അല്ലെങ്കിൽ ഇതിലൊരു യുക്തി എങ്ങനെ തരയും? ഇപ്പൊ സാധാരണഗതിയിലുള്ള ഒരു വലിയ നെറേറ്റീവ് എന്ന് പറഞ്ഞാൽ സവർക്കർ യുക്തിവാദിയായിരുന്നു, ഗാന്ധി വിശ്വാസിയായിരുന്നു. സവർക്കർ യുക്തിവാദിയായിരുന്നു. സവർക്കർ ദൈവത്തിലൊന്നും വിശ്വസിച്ചിരുന്നില്ല. ഈ ഹിന്ദുരാഷ്ട്രം മതത്തിൽ നിന്നൊക്കെ പറയുന്ന ആൾക്കാർ, ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ സവർക്കറുടെ ചരിത്രം നോക്കുമ്പോൾ സവർക്കറുടെ ഭാര്യ മരിക്കുന്നുണ്ട്. സവർക്കർ തിരിഞ്ഞു നോക്കുന്നില്ല, എന്തുവാണെങ്കിലും ചെയ്തോ, വെട്ടിക്കണ്ടിച്ച് ഗുരു പറഞ്ഞ പേര് ഏതാണ്ട് ആവാചകം പറയുന്നുണ്ട്. എവിടെ ഇട്ടോ? കാരണം ശവമാണത്, അതിന് പിന്നീട് അതൊന്നുമില്ല, സംഗതി ഒന്നുമില്ല. നമ്മൾ ഈ പറയുന്ന പശുപൂജ, ഇപ്പൊ ഈ ഹിന്ദുത്വവാദത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദു ഫാസിസ്റ്റ് കക്ഷിയുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയാണ് ഈ ഗോസംരക്ഷണം എന്ന് പറയുന്നത്. സവർക്കർ ഒരു കാലത്തും അനുകൂലിച്ചിരുന്നില്ല. സവർക്കർ 2 പ്രധാനപ്പെട്ട ലേഖനങ്ങൾ അതിനെതിരെ എഴുതിയിരുന്നു. സവർക്കർ പറഞ്ഞത്, ഈ പശു എൻ്റെ ഉള്ളിൽ എന്താ പറയുക, ഈ പശുവിൻ്റെ ഉള്ളിൽ എല്ലാ ദേവികളും ദേവീദേവന്മാരും ഉണ്ടെന്നാണ് പറയുന്നത്. സവർക്കറുടെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരു ലേഖനമുണ്ട്. ഈ 33 കോടി ദൈവങ്ങളെ ഈ വയറ്റിൽ ഇരുത്താമെങ്കിൽ ഇത് എന്ത് വയറാണെന്നൊക്കെ ചോദിച്ചിട്ടുള്ള വലിയ അങ്ങേയറ്റം സർക്കാസ്റ്റിക് ആയിട്ടുള്ള ലേഖനമുണ്ട്. സവർക്കർ ഈ ഗോപൂജയെ എതിർക്കുമ്പോൾ സവർക്കർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഏതിനെയാണോ പൂജിക്കുന്നത് അതുപോലെ ആയിത്തീരും നിങ്ങളുടെ സ്വഭാവം എന്നാണ് ശാസ്ത്രീയ തത്വം എന്നുള്ള നിലയിൽ അവതരിപ്പിക്കുന്നത്. ഈ പശു എന്ന് പറഞ്ഞ ഒരു മൃദുജീവിയാണ്. അതിന് വലിയ കൊമ്പുണ്ട്. എന്തിനാ? അത് വല്ല അലങ്കാരം മാത്രമാണ്. ആരെങ്കിലും അത് ഓടിച്ചിട്ട് കുത്തുവോ? ഇല്ല, അത് അലങ്കാരം മാത്രമാണ്. അതേസമയം അതിനാരെങ്കിലും ഓടിക്കുകയാണെങ്കിൽ ഈ കൊമ്പ് വല്ലയിടത്തും കുടുങ്ങി അതിന് ജീവൻ ആപത്ത് പറ്റും. അപ്പം ഇത് തലയിൽ വെറും അലങ്കാരമാക്കി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ജീവിയെയാണോ ഈ ഹിന്ദു സമൂഹം ആരാധിക്കേണ്ടതെന്നാണ് സവർക്കർ വയ്ക്കുന്ന ക്വസ്റ്റ്യൻ. സവർക്കർ ബദൽ വയ്ക്കുന്നുണ്ട്, നിങ്ങൾ അത്തരം ഒരു ജീവിയെ ആരാധിക്കുക, സിംഹത്തിനെ ആരാധിക്കുക. നിങ്ങൾ ആ തരത്തിൽ വലിയ വീര്യമുള്ള മനുഷ്യരാവ്. ഈ മുസ്ലിങ്ങൾ അപ്പോഴും മുസ്ലിം എന്ന് പറഞ്ഞാൽ സവർക്കർക്ക് ഈ ലോകത്തെ ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പം മുസ്ലിങ്ങൾ ഈ ഹിന്ദുവിൻ്റെ ദൗർബല്യം മനസ്സിലാക്കിയിട്ട് അവരെ പട വരുമ്പോൾ പശുക്കളുടെ ഒരു കൂട്ടത്തെ നിർത്തും എന്നാണ് സവർക്കർ കുറേ ഹിസ്റ്റോറിക്കൽ തിസീസൊക്കെ ഉണ്ട്. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ആയുധം പിടിച്ച് നിൽക്കുന്ന ഹിന്ദുക്കൾ മുഴുവൻ താഴെയിടും. അങ്ങനെയാണ് ഈ മുസ്ലിങ്ങൾ ഇന്ത്യ പിടിച്ചെടുത്തതെന്നൊക്കെയാണ് ആ തിസീസ്. അതുകൊണ്ട് അപ്പം അങ്ങനെ വലിയ തരത്തിൽ നമ്മൾ കാണുന്ന ഈ പറഞ്ഞ ഒരു സംഗതി സവർക്കർക്കില്ല. സവർക്കർ ഒരിടത്തും എൻ്റെ മാത്രമല്ല രത്നഗിരിയിൽ 10 കൊല്ലം സവർക്കർക്ക് എടുക്കുന്നുണ്ട്, 10 കൊല്ലം ജില്ലാ തടവിക്ക് എടുക്കുന്നുണ്ട് ഈ ആൻഡമാനിൽ നിന്നൊക്കെ വന്നിട്ട്. ഈ 10 കൊല്ലം സവർക്കർ അവിടെ പന്തിഭോജനം നടത്തുന്നുണ്ട്. മഹറുകളെയും ചമറുകളെയും ഒക്കെ വിളിച്ചിരുത്തിയിട്ട് പന്തിഭോജനം നടത്തുന്നത്. അന്ന് യാഥാസ്ഥിതിക ബ്രാഹ്മണരായിട്ട് കലഹിക്കുന്നുണ്ട്.
അവിടുത്തെ ഒരു വലിയ ക്ഷേത്രം, പതീത് പാവൻ ക്ഷേത്രം ദളിതർക്ക് തുറന്നു കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഇപ്പം അവതരിപ്പിക്കപ്പെടുന്ന സവർക്കർ ഈ തരത്തിലുള്ള ആളാണ്. ഗാന്ധി നേരെ മറിച്ച് നിങ്ങൾ ഹിന്ദു സ്വരാജ്, ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനിഫെസ്റ്റോ എന്ന് വിളിക്കും. ഞാൻ അത് അംഗീകരിക്കാത്ത ഒരാളാണ്. ഗാന്ധി അങ്ങനെ ഇപ്പം കാൾ മാർക്സിന് ദാസ് ക്യാപിറ്റൽ പോലെ, അല്ലെങ്കിൽ ഡാർവിന് ഒറിജിൻ ഓഫ് സ്പീഷീസ് പോലെയൊക്കെ ചില ഗാന്ധിയന്മാർ ഹിന്ദു സ്വരാജ് അവതരിപ്പിക്കും. ഗാന്ധിയുടെ ജീവിതത്തിൽ ഒരു കാലത്ത് അങ്ങനെ ഒരു ഡോക്ട്രിനോ ഒരു പുസ്തകമോ ഗാന്ധിയെ മുഴുവനായിട്ട് പ്രതിനിധീകരിക്കുന്നു, ഗാന്ധിയുടെ ആശയത്തെ പ്രതിനിധീകരിക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. അത് മറ്റൊരു കാര്യം. ഹിന്ദ് സ്വരാജിൽ ആകെ നമുക്ക് കിട്ടുന്ന രണ്ട് കാര്യം, ഗാന്ധി ഉറച്ചു നിന്ന രണ്ട് കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ ഉടനീളം. അത് രണ്ട് ഹിന്ദ് സ്വരാജിലുണ്ട്. ഒന്ന് നോൺ വയലൻസ് എന്ന് പറയുന്ന സംഗതിയാണ്. നിങ്ങൾ അഹിംസ എന്ന് പറയുന്ന സംഗതിയാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃക. അത് സംവാദ മാതൃകയാണ്, പൊളിറ്റിക്കൽ രാഷ്ട്രീയ മാതൃകയാണ്, അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടുള്ള എല്ലാ ഇടപാടുകളുടെയും ഏറ്റവും ആത്യന്തികമായ മാതൃക എന്ന് പറഞ്ഞാൽ നോൺ വയലൻസ് ആണ്. ആ കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. രണ്ടാമത്തത്, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന തരത്തിൽ മജോറിറ്റിയും മൈനോറിറ്റിയും തമ്മിൽ ഒരു ഇക്വേഷൻ ഉറപ്പായിട്ട് വേണമെന്ന് നിരന്തരമായിട്ട് പറയുന്നത് ആ കാര്യം. അതായത് ഹിന്ദു മുസ്ലിം മൈത്രി എന്ന് പറയുന്ന വലിയ ആശയവും ഹിന്ദ് സ്വരാജിലുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് ഗാന്ധി ഉടനീളം ജീവിതത്തിൽ ഉടനീളം ഈ പറഞ്ഞ പോലെ അവസാനം വെടിയേറ്റ് വീഴുന്നത് വരെ മുറുക്കെ പിടിച്ചിരുന്ന കാര്യങ്ങൾ. ബാക്കി എല്ലാ കാര്യത്തിലും ഗാന്ധി ഫ്ലെക്സിബിൾ ആയിരുന്നു. ഇപ്പം ഹിന്ദ് സ്വരാജിൽ ഈ പുതിയ വൈദ്യത്തിനെതിരെ, അലോപ്പതി അന്ന് വിളിച്ചിരുന്ന, ഇന്ന് മോഡേൺ മെഡിസിൻ എന്ന് വിളിക്കുന്ന പുതിയ വൈദ്യത്തിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനമുണ്ട്. ടെക്നോളജിക്ക് ട്രെയിനൊക്കെ എതിരെയുള്ള വിമർശനമുണ്ട്. വക്കീലന്മാർ പോലത്തെ ഒരു നീതിയുടെ ഒരു സാങ്കേതിക രൂപമായിട്ട് വരുന്ന പുതിയ രൂപങ്ങളെക്കുറിച്ചുള്ള, പുതിയ സങ്കല്പങ്ങളെക്കുറിച്ചുള്ള നിരന്തര വിമർശനം അതിൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പോൾ മോഡേൺ മെഡിസിനെ ഗാന്ധി എതിർക്കുന്നുണ്ട്. ഗാന്ധിയുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ 2 പ്രാവശ്യം ഓപ്പറേഷന് വിധേയരാകുന്നുണ്ട്. ഒന്ന് പൈൽസിന് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്, രണ്ടാമത് ഗാന്ധി അപ്പൻഡിസൈറ്റ്സ് ഓപ്പറേഷൻ നടത്തുന്നുണ്ട്. ഇത് രണ്ടും 2 പ്രധാനപ്പെട്ട ഡോക്ടർമാർ, ഒരെണ്ണം ഇന്ത്യയിൽ വെച്ചാണ് ഡോക്ടർ തലാലാണ് ചെയ്യുന്നത്, മറ്റൊന്ന് ഒരു ഇംഗ്ലീഷ് ഡോക്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന വലിയ വിമർശനം ഉന്നയിച്ച ആള് അതേസമയം ജീവൻ രക്ഷപ്പെടുത്താനായിട്ട് ഈ അലോപ്പതിയെ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ട്രെയിന് നിരന്തരമായിട്ട്, ട്രെയിൻ ഒരു ആശയം എന്നുള്ള നിലയ്ക്ക് തീവണ്ടി എന്ന് പറയുന്ന ആശയത്തെ അങ്ങേയറ്റം എതിർത്തിരുന്ന ആളാണ് മൂപ്പര്. ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചത് തീവണ്ടിയിലാണ്. തീവണ്ടി ഇല്ലായിരുന്നെങ്കിൽ ഗാന്ധിക്ക് സ്വാതന്ത്ര്യ സമരം നടത്താൻ പറ്റില്ലായിരുന്നു. ഇന്ത്യയെ കണ്ടെത്തിയ തീവണ്ടി പുറിയുന്നാണ്. ഗോഖലെ പറയുന്നുണ്ടല്ലോ, 3ാം ക്ലാസ് വണ്ടിയിൽ സഞ്ചരിക്കുന്ന ഈ ക്ലാസ്സിൽ ഇന്ത്യയിൽ പോയി സഞ്ചരിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഗാന്ധിയുടെ ആശയങ്ങൾ ഇങ്ങനെ രണ്ടാളെയും ഈ പറയുന്ന ആൾക്കാർ ഈ ചരിത്രം മാറ്റിവെച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള പുരോഗമനവാദിയായിട്ട് നമുക്ക് സവർക്കറെ നിശ്ചയിക്കാൻ പറ്റും. ഗാന്ധിയല്ല, തീർച്ചയായിട്ടും അല്ല. നമ്മുടെ തത്വങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഈ പറയുന്ന പ്രോഗ്രസീവ്നെസ്സിൻ്റെ തത്വങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഈ സവർക്കർ ഇപ്പം സിനിമ വരുന്ന കാലമുണ്ട്. അത് വലിയ രസമാണ്. സിനിമ ഇന്ത്യയിൽ വരുന്നു, ഇന്ത്യയിൽ സിനിമ വലിയ തരത്തിൽ വ്യാപിക്കുന്നു, ഒരു കലാരൂപം എന്ന നിലയ്ക്ക് വ്യാപിക്കുന്നു, ഫോറിൻ സിനിമകളും വരുന്നുണ്ട്. ആ സമയത്ത് ICC എന്ന് പറഞ്ഞ കമ്മിറ്റിയെ ബ്രിട്ടീഷുകാർ വെക്കുന്നുണ്ട്. ഈ സെൻസർ ബോർഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അവർക്ക് പേടിയായി, ഇത് എങ്ങനെയാണ് ഈ കലാരൂപ ആളുകളെ സംഘടിപ്പിക്കാമെന്നൊക്കെ അറിയില്ല. അതുകൊണ്ട് ICC, ഇന്ത്യൻ സിനിമോട്ടോഗ്രാഫിക് കമ്മിറ്റിയെ വെക്കുന്നുണ്ട്. ഈ ഇന്ത്യൻ സിനിമോട്ടോഗ്രാഫിക് കമ്മിറ്റിയുടെ റിപ്പോർട്ടുണ്ട്. ഗാന്ധിയുടെ അടുത്ത് എന്ന് ചോദിക്കുക, എന്താ സിനിമയെ പറ്റി അഭിപ്രായം? ഗാന്ധി പറഞ്ഞു, ഇത് മാഞ്ചസ്റ്റർ തുണി പോലെ എതിർക്കേണ്ട ഒരു സാധനമാണ്, ഇത് യാന്ത്രിക സൃഷ്ടിയാണ്, ഇത് കൈ കൊണ്ടുള്ള ആ വലിയ തരത്തിലുള്ള ആർട്ടിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് ഹാൻഡ് മെയ്ഡ് ആണെന്നുള്ളതാണ്. ഈ ഒരുവൻ്റെ കായികത വഴി ഉണ്ടാക്കുന്നതാണ് ആർട്ട് എന്നാണ് ഗാന്ധി തുടർച്ചയായിട്ട് പറഞ്ഞത്. അപ്പം മാഞ്ചസ്റ്റർ തുണിക്ക് സമാനമായി എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഉൽപ്പന്നമായിട്ടാണ് സിനിമയെ ഗാന്ധി കാണുന്നത്. ഗാന്ധി ജീവിതത്തിൽ 2 സിനിമയെ കണ്ടിട്ടുള്ളൂ. അതിലൊരു സിനിമ മിഷൻ ടു റഷ്യ എന്ന് പറയുന്ന കാണേണ്ടി വന്നു, അത് ഒന്നും മിണ്ടിയില്ല. രണ്ടാമത്തെ സിനിമ തൻ്റെ സങ്കല്പത്തിനെ സിനിമയാക്കി, രാമരാജ്യ എന്നാണ് സിനിമയുടെ പേര്, വിജയ് ഭട്ടിൻ്റെ സിനിമ. ഗാന്ധി പറഞ്ഞു, ഞാൻ 10 മിനിറ്റ് വന്നിരിക്കാം. 10 മിനിറ്റ് 10-15 മിനിറ്റ് കണ്ട് ഇറങ്ങിപ്പോയി, ഒന്നും മിണ്ടിയില്ല. ഗാന്ധിയുടെ ഒരു സങ്കല്പത്തെ പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ച സിനിമ പോലും ഗാന്ധി കാണുന്നില്ല. സവർക്കർ അതേസമയം സിനിമ വരുമ്പോൾ 2 കൈ നീട്ടി സ്വാഗതം ചെയ്യുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട്,
ഇത് നമ്മളെപ്പോഴും സയൻറ്റിഫിക് ആയിട്ടുള്ള നേട്ടങ്ങൾ മുഴുവൻ നമ്മൾ എടുക്കണം. നമ്മളെപ്പോഴും അത് കയറി പിടിക്കണം. നമുക്ക് വലിയ സൈന്യം ഉണ്ടാവണം, ഏറ്റവും പുതിയ ആയുധങ്ങൾ ഉണ്ടാവണം. അങ്ങനെയാണ് ഒരു ഫാസിസ്റ്റ് രാഷ്ട്രം കെട്ടിപ്പടുക്കേണ്ടതെന്ന് സവർക്കർക്ക് ഉജ്ജ്വലമായിട്ടുള്ളൊരു നോട്ടം ആ തരത്തിലുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ഹിറ്റ്ലറുടെ ലെനി റീഫൻസ്റ്റാൾ എന്ന് പറയുന്ന ഒരു വലിയ സിനിമകാരിയെ പറ്റി കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലെനി ലോകത്തിലെ ഏറ്റവും വലിയ സിനിമ, അക്കാലത്തെ സിനിമാ സംവിധായകരോട് കിടപിടിക്കാവുന്ന അത്രയും നന്നായിട്ട് സിനിമയുടെ വ്യാകരണം അറിയാം, അതിൻ്റെ സർഗാത്മകത അറിയാം, അതിൻ്റെ സാങ്കേതികത അറിയാവുന്ന ആളാണ്. ഹിറ്റ്ലർ അദ്ദേഹത്തിൻ്റെ ഒരു മീറ്റിംഗ് ട്രയംഫ് ഓഫ് ദ വിൽ എന്നുള്ള നിലയ്ക്ക് അത് ഡോക്യുമെൻ്റ് ചെയ്തിട്ട് ലെനി സിനിമയാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞൊരു ചെറിയ മീറ്റിംഗ് ഈ സിനിമയിലൂടെ ഒരു ലാർജർ ദാൻ ലൈഫാക്കി കാണിക്കുകയാണ്. ആ തരത്തിൽ വലിയൊരു സംഗതി, ഹിറ്റ്ലറുടെ പ്രസംഗമൊക്കെ ഇങ്ങനെ മുഴങ്ങുന്ന തരത്തിൽ വരികയാണ്. ഒളിമ്പിയ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒളിമ്പിക്സ്, ജർമ്മനിയിൽ നടന്ന ഒളിമ്പിക്സും ഈ ലെനി പിടിക്കുന്നുണ്ട്. ഈ ഫാസിസം തകർന്നപ്പോൾ ലെനി ആ ചരിത്രത്തിൽ നിന്നേ പുറത്തായി. ലെനിക്ക് പിന്നെ സിനിമ നിർമ്മിക്കാനോ ഒന്നും സാധിക്കാത്ത തരത്തിൽ പുറത്തായി. എന്ന് പറഞ്ഞാൽ പ്രൊപ്പഗാൻഡ മെഷീനായിട്ട് ഉപയോഗിക്കും. അപ്പം സവർക്കറും അതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് സിനിമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ ഹിന്ദുത്വ ഫാസിസത്തിനെ അതിനെ ഒരു പ്രൊപ്പഗാൻഡ ചെയ്യാനുള്ള ഏറ്റവും നല്ല മീഡിയയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ മിലിറ്ററൈസ് ഹിന്ദുഡം എന്ന് പറയുന്ന ആശയം കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്ക് ആളുകളെ സിംഹം പോലെയാക്കി മാത്രം പോരാ, നിങ്ങളുടെ കയ്യിൽ ഏറ്റവും നല്ല ആയുധം ഉണ്ടാവണം. അപ്പം അതുകൊണ്ട് നിങ്ങൾ മിലിറ്ററൈസ് ഹിന്ദു, അവസാനത്തെ മുദ്രാവാക്യമുണ്ട്, ഹിന്ദുവൈസ് ഓൾ പൊളിറ്റിക്സ് ആൻഡ് മിലിറ്ററൈസ് ഹിന്ദുഡം. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മോഡി. അഗ്നിവീർ പോലെയുള്ള പദ്ധതികൾ നോക്കിക്കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന സൈനിക വിദ്യാലയങ്ങളുടെ കഥയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മിലിറ്ററൈസ് ഹിന്ദുഡം എന്ന് പറയുന്ന ഒരാശയമാണ്. ആ സംഗതിക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ള എല്ലാ നേട്ടങ്ങളെയും ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ സവർക്കറുടെ മുന്നിലുള്ളത്. അപ്പം ഞാൻ പറയുന്നത്, ഒരു രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഈ രത്നഗിരി പരീക്ഷണത്തിൽ എന്തുകൊണ്ട് സവർക്കർ ഈ ദളിതരെയും പിന്നോക്കക്കാരെയും പന്തിഭോജനത്തിൽ ഇരിക്കുന്നു, അത് അല്ലെങ്കിൽ ക്ഷേത്രപ്രവേശനത്തിൽ നിർബന്ധിക്കുന്നു? സൂക്ഷിച്ചു നോക്കിയാൽ കാണാം സവർക്കറുടെ വലിയ ഒരു ആശയം എന്ന് പറഞ്ഞാൽ ഹിന്ദുമതത്തിൻ്റെ ഏറ്റവും പ്രശ്നം ജാതി വ്യവസ്ഥയാണ്. ഈ ജാതി വ്യവസ്ഥയെ യാഥാസ്ഥിതിക ബ്രാഹ്മണർ ഈ മനുസ്മൃതിയൊക്കെ പറഞ്ഞ് നിർത്താൻ ശ്രമിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശാസനം എന്ന് പറഞ്ഞ് നിർത്താൻ ശ്രമിക്കുന്നു. ഇതൊരു നാഷൻ സ്റ്റേറ്റ് രൂപം കൊള്ളുമ്പോൾ ഒരു ദേശരാഷ്ട്രങ്ങളുടേതായിട്ടുള്ള പരിസ്ഥിതിയിൽ ഇത് ഓടില്ല, ഇത് നടക്കില്ല. കാരണം ഇതിന് മുകളിൽ വേറെ കുറേ ഡോക്ടറേറ്റ്സ്, ഭരണഘടന ഇതൊക്കെ വരികയാണ്. അവിടെ രാഷ്ട്രീയ ശക്തി ആവണമെങ്കിൽ സവർക്കറുടെ പ്രസംഗമുണ്ട്. നമ്മളാകെ 22 കോടിയാണ് അന്നത്തെ ഹിന്ദുക്കളുടെ ജനസംഖ്യ. 22 കോടിയിൽ 7 കോടി ദളിതരാണ്. ബാക്കി പിന്നോക്കക്കാരെയും കൂട്ടിക്കഴിഞ്ഞാൽ 15 കോടി അവരാണ്. പിന്നെ ബാക്കി എന്തുണ്ട്? ബ്രാഹ്മണർ, ഇത് അല്ലെങ്കിൽ സവർണർ, ന്യൂനപക്ഷമാവും. നിങ്ങളത് മനസ്സിലാക്ക്. അവിടെ വിദ്യാലയം ബ്രിട്ടീഷുകാർ തുറന്നു തുടങ്ങി. ഇനി നമ്മൾ വേദം പഠിക്കാൻ പാടില്ല, മറ്റേത് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് കാര്യമില്ല, അവിടെ തുടങ്ങി. നിങ്ങൾ ഇവരെയും കൂടിയിട്ട് നമ്മൾ ഈ പറയുന്ന ഒരു ഹിന്ദു റേസ് എന്ന് പറയുന്ന ആശയം, ഹിന്ദു വംശീയത എന്ന് പറയുന്ന ആശയത്തിലേക്ക് ഇതിനെ കയറ്റിയിരുത്തുക. അതുകൊണ്ട് സവർക്കറുടെ പന്തിഭോജനം എന്ന് പറഞ്ഞാൽ മഹറി നിർത്തും. അപ്പുറത്തൊരു ഒരു മുസ്ലിമിനെ കയറ്റി തൊട്ടടുത്തിരുത്തില്ല, മുസ്ലിമിനെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കില്ല. അതേസമയം ദളിതർക്കും പിന്നോക്കക്കാർക്കും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു പ്രശ്നവും സവർക്കർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അതാണ് ഒരു ഹിന്ദുത്വ ഫാസിസത്തിൻ്റെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബ്രാഹ്മണിസത്തിൻ്റെ ഒരു ഭാവി. അതിനെ മോഡേണൈസ് ചെയ്ത് മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളത് വലിയ തരത്തിൽ സവർക്കർക്ക് അറിയാമായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ നോക്കി മോദി ഭരണകൂടത്തെ നോക്കുക. നിങ്ങൾ വളരെ ഒരു കേവല യുക്തിയിൽ നിരീക്ഷിക്കാം. കേവല യുക്തിയിൽ നോക്കുമ്പോൾ പ്രസിഡൻ്റായിട്ട് ആദിവാസി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രിയായിട്ട് പിന്നോക്കക്കാരൻ OBC കാറ്റഗറിയിൽ നിന്ന് വരുന്ന ആൾ, ധനമന്ത്രിയായിട്ട് സ്ത്രീ. ഇന്ത്യയിലെ ഏതെങ്കിലും ഗവൺമെൻറ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും? ഇന്ത്യയിൽ ഇതുവരെ ഭരിച്ച ഏതെങ്കിലും ഗവൺമെൻറ്റിനെ ഇത്ര പ്രോഗ്രസീവായിട്ട്, ബാക്കിയൊക്കെ മാറ്റി വയ്ക്കുക, രാഷ്ട്രീയമൊക്കെ മാറ്റി വയ്ക്കുക, നിങ്ങൾ ഈ ടോക്കണിസം മാത്രം നോക്കുക, റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള പൊളിറ്റിക്സ് മാത്രം നോക്കുക. ഇങ്ങനെ ഒരു ഭരണകൂടം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടാവും? പ്രസിഡന്റ് ഏറ്റവും താഴ്ന്ന വർഗത്തിൽ നിന്ന്, പ്രധാനമന്ത്രി പിന്നോക്കത്തിൽ നിന്ന്, സ്ത്രീ എന്ന് പറയുന്ന അവഗണിക്കപ്പെട്ട വിഭാഗത്തിൽ നിന്ന് ധനമന്ത്രി.
ഈ പൊളിറ്റിക്സ് സവർക്കേറിയൻ പൊളിറ്റിക്സ് ആണ്. ഇത് ഹൈപ്പർ മാർക്കറ്റ് പൊളിറ്റിക്സ് ആണ്. ഒരു ഹൈപ്പർ മാർക്കറ്റ് ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ പോണ്ട എന്ന് വിചാരിച്ചാലും ഒരു ദിവസം നമ്മൾ അതിൻ്റെ ഉള്ളിൽ നടുക്ക് നിൽക്കുന്നതാണ്, നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുന്നതാണ്. രണ്ടാമത്, ഈ ഹൈപ്പർ മാർക്കറ്റ് ചെയ്യുന്നത് എന്താണ്? ഹൈപ്പർ മാർക്കറ്റ് അതിനു മുകളിലുള്ള ആളുകളോടല്ല മത്സരിക്കുന്നത്. ഇവിടെ നാട്ടിലൊരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടാകുമ്പോൾ അത് അമേരിക്കയിലെ ഏതെങ്കിലും ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയോടല്ല മത്സരിക്കുന്നത്. അത് മത്സരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ചെറുകിട സംഗതികളോടാണ്. ഇവർ വെളിച്ചെണ്ണ വില കുറച്ച് കൊടുക്കും ഒരാഴ്ച, അപ്പുറത്തെ വെളിച്ചെണ്ണ കച്ചവടക്കാരും പൂട്ടിപ്പോവും. അരി വില കുറച്ച് കൊടുക്കും, ഇപ്പുറത്തെ അരി കച്ചവടക്കാരും പൂട്ടിപ്പോവും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതൊന്നും കാണാണ്ടാവും. ഈ പൊളിറ്റിക്സ് ആണ് ഹിന്ദുത്വ ഫാസിസ്റ്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതിയാക്കി വയ്ക്കും, അവരുടെ ആദിവാസി ചരിതം എന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ നിന്ന് മാഞ്ഞു പോകും. പിന്നോക്കക്കാരനായിട്ടുള്ള മോദിയെ പ്രധാനമന്ത്രിയാക്കി വയ്ക്കും. ഈ പിന്നോക്ക വിഭാഗത്തിൻ്റെതായിട്ടുള്ള വലിയ സ്ട്രഗിളിൻ്റെ ചരിത്രമുണ്ട് ഇന്ത്യയിൽ. അതൊന്നും ഈ മോഡിക്ക് പിന്നിൽ വെക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ സ്ത്രീ വിമോചനത്തിൻ്റെതായിട്ടുള്ള വലിയ ചരിത്രം ഇന്ത്യയിലുണ്ട്. അതിനൊന്നും പ്രതിനിധാനം ചെയ്യുന്ന ഒരാളല്ല നിർമ്മല സീതാരാമൻ. പക്ഷെ സ്ത്രീ എന്ന് പറയുന്ന നിലയ്ക്ക് അവിടെ ഉണ്ട്. ഇങ്ങനെ ഹിസ്റ്ററി മുഴുവൻ മാറ്റിക്കഴിഞ്ഞ് ടോക്കൺസ് ആക്കുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റ് പൊളിറ്റിക്സ് ആണ് ഹിന്ദുത്വ ഫാസിസത്തിന്റെ പൊളിറ്റിക്സ്. ഇതാണ് സവർക്കർ ആവിഷ്കരിച്ച ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇത് ആവിഷ്കരിക്കണമെങ്കിൽ നിങ്ങൾക്ക് പഴയ മനുസ്മൃതി നിന്നാൽ പോരാ. മനുസ്മൃതി സാമൂഹ്യ മേൽക്കോയ്മ കൊണ്ടുതരും. അത് കുറച്ചു കാലം നിൽക്കും, കുറച്ച് കഴിഞ്ഞാൽ പോവും. ഒരു രാഷ്ട്രീയ വ്യവസ്ഥ മാറിക്കൊണ്ടിരിക്കും, അത് പോവും. അപ്പോ മനുസ്മൃതിയിൽ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് സ്മൃതി ശ്രുതി പുരാണോക്ത എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ സവർക്കർ ആഗിരണം ചെയ്തു. അതിനെ പുറത്തേക്ക് പ്രദർശിപ്പിക്കാൻ ആഗ്രഹിച്ചില്ല. പകരം ഈ പറയുന്ന വളരെ മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫാസിസ്റ്റ് പൊളിറ്റിക്സ് കൊണ്ടുവരുന്നു. ആ മോഡേണൈസ്ഡ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ഏറ്റവും പുതിയ സാമ്പത്തിക സിദ്ധാന്തങ്ങളെ, കോർപ്പറേറ്റുകളെ ഒക്കെ സ്വീകരിക്കുന്നു. സയന്റിഫിക് ആയിട്ടുള്ള എല്ലാ അഡ്വാൻസ്മെന്റും സ്വീകരിക്കുന്നു. എന്തിനാ അത് സ്വീകരിക്കുന്നതെന്ന് ചോദിക്കണം. ആൾക്കാരെ നന്നാക്കാനോ ചികിത്സിക്കാനോ അല്ലെങ്കിൽ അത് ജനങ്ങൾക്കിടയിൽ ആ ജ്ഞാനം വിതരണം ചെയ്യാനോ അല്ലെങ്കിൽ ആ സാങ്കേതികത വിതരണം ചെയ്യാനോ ഒന്നുമല്ല, മറിച്ച് ശക്തിയുള്ള രാഷ്ട്രം ഉണ്ടാക്കുക. ഏറ്റവും വലിയ ബോംബ് നമ്മൾ ഉണ്ടാക്കണം, ഏറ്റവും വലിയ അണ്വായുധം നമ്മളെ ഇന്ത്യയിൽ വേണം. ഇതാണ് ഹിന്ദുത്വ. നിങ്ങൾ നോക്കൂ, വാജ്പേയി വന്നപ്പോഴാണ് ബോംബ് പൊട്ടിക്കുന്നത്. നിങ്ങൾ ഓരോന്നും നോക്കിക്കഴിഞ്ഞാൽ സവർക്കറിസം എങ്ങനെയാണ് അബ്സോർബ് ചെയ്ത് വരുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കണം ഈ രാഷ്ട്രീയ രംഗത്തെ ഒരു യുക്തിപരമായിട്ടുള്ള സമീപനം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം നാളെ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നതാണ്. അവിടെയാണ് നീതി എന്ന് പറയുന്ന ഒരു സങ്കല്പം വരുന്നത്. എന്ന് പറഞ്ഞാൽ സാമൂഹിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. ഈ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ആശയം ഇപ്പം മുസ്ലിം ഹിന്ദു ഒരു പ്രശ്നം വരുന്നു. നമ്മൾ ഒരു യുക്തിവാദ സമീപനം എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ ഇത് രണ്ടിനെയും നമ്മൾ ഒരേപോലെ തള്ളിക്കളയുന്നു. ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മതം എന്തെങ്കിലും ആയിക്കോട്ടെ, മതം അല്ല സമുദായം എന്ന് പറഞ്ഞാൽ. സമുദായം എന്ന് പറഞ്ഞ ഒരു കൂട്ടാണ്. എൻ്റെ SSLC ബുക്കിൽ ഹിന്ദു എന്ന് ഉള്ള പേര് വന്നാൽ ഞാൻ എത്ര ഹിന്ദു മതത്തിനെ തള്ളിക്കളഞ്ഞാലും ഗവൺമെന്റിന്റെ ദൃഷ്ടിയിൽ അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഞാൻ ഹിന്ദുവാണ് എന്ന് പറഞ്ഞാൽ സമുദായത്തിൽ പെടുന്ന ആളാണ് ഞാൻ. മതപരമായിട്ട് ഇപ്പം ഞാൻ ഹിന്ദു അമ്പലത്തിൽ പോകുന്ന ആളല്ല, എനിക്ക് അങ്ങനത്തെ വിശ്വാസമില്ല. പക്ഷേ ഗവൺമെന്റ് മുഴുവൻ ഹിന്ദുക്കൾക്കായി ഒരു നിയമം കൊണ്ടുവന്നാൽ ഞാനത് പാലിച്ചേ തീരൂ. ഇതേപോലെ തന്നെയാണ് മൈനോറിറ്റി പ്രശ്നം. അപ്പൊ സമുദായം എന്ന് പറയുന്ന ഒരു പരികല്പനയും മതം എന്ന് പറയുന്ന പരികല്പനയും രണ്ടാണത്. ആ അർത്ഥത്തിലുള്ള ആ വിഭജനം നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ഈ മൈനോറിറ്റി മെജോറിറ്റി പ്രശ്നം ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് നാളെ അഭിമുഖീകരിക്കാൻ വരുമ്പോൾ ഇതിലെവിടെയാണ് യുക്തി എന്ന് പറയുന്ന ഒരു ആശയത്തിൽ നമുക്ക് വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പമുണ്ടാകും. എന്ന് പറഞ്ഞാൽ നീതിയുമായി കണ്ണി ചേർക്കുന്ന ഒരു യുക്തിയാണ് രാഷ്ട്രീയ സാമ്പത്തിക മണ്ഡലങ്ങളിൽ നമ്മൾ കൊണ്ടുവരേണ്ടി വരുന്നത്. അപ്പൊ ഗാന്ധി ഈ പറഞ്ഞ പോലെ ഗാന്ധി മതത്തെ പറ്റി അന്ധമായിട്ട് പല കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ആത്യന്തികമായിട്ട് ഗാന്ധി കരുതിയത് ഈ ധാർമ്മിക മൂല്യം ഉള്ള ഒരു സംഗതിയാണ് മതം എന്ന് പഠിപ്പിക്കാനാണ് നിരന്തരം ശ്രമിച്ചിട്ടുള്ളത്. ഇന്ന് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്കിന്ന് കവിതയിൽ പറയുന്ന പോലെ ബുദ്ധനാവാൻ ബോധിത്തണൽ വേണമെന്നില്ലെന്ന്. നമുക്ക് ഇന്നത്തെ കാലത്ത് അങ്ങനെ മതാത്മകതയിൽ ചാരി നിന്ന് മാത്രമേ ധാർമ്മികത പ്രചരിപ്പിക്കാൻ പറ്റുള്ളൂ എന്നില്ല.
പക്ഷെ ആ സമയത്ത് അതൊരു വലിയ ഒരു റെലവൻസ് ഉണ്ടായിരുന്നു. ആ റെലവൻസ് വളരെ പ്രധാനപ്പെട്ടായിരുന്നു. കാരണം ഏറ്റവും അടിത്തട്ടിലുള്ള മനുഷ്യർക്ക് മതമായിട്ട് ഹുക്ക് ചെയ്തിട്ടുണ്ട് അവർ ഏതെങ്കിലും തരത്തിൽ. ഈ ഹുക്ക് ചെയ്യുമ്പോൾ അത് ധാർമ്മികതയുമായിട്ടാണ് ഹുക്ക് ചെയ്തതെന്നുള്ള അർത്ഥത്തിലുള്ള വലിയ തരത്തിലുള്ള ഒരു ട്രാൻസ്ഫർമേഷനാണ് ഗാന്ധി വരുത്താൻ ശ്രമിച്ചത്. അതുകൊണ്ട് ഗാന്ധിക്ക് ഞാൻ ഹിന്ദുവാണെന്ന് പറയുമ്പോൾ ഗാന്ധിയുടെ പ്രശ്നം, ഞാൻ എൻ്റെ സഹോദരനായിട്ടുള്ള മുസ്ലിമിനോട് ഞാൻ ഹിന്ദു ആയതുകൊണ്ട് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആ മൈത്രി, അതാണ് എൻ്റെ ഉരകല്ലെന്ന് പറയുന്ന തരത്തിലേക്ക് അത് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഖാജ ഖുത്ബുദ്ദീൻ്റെ ഖബറിൽ പോണ്ടി വരുന്നത്. ഗാന്ധിയെ കൊല്ലാൻ വരുന്നുണ്ട് ഈ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകര്. ഈ അവസാന ദിവസങ്ങളിൽ ഈ വിഭജനം പൂർത്തിയായി, ഞാൻ നിർത്തുകയാണ്, സമയമായി എന്നറിയാം. ഈ വിഭജനം കഴിഞ്ഞപ്പോൾ ആ കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം, നമ്മുടെ ഇന്ത്യയുടെ കഥയായതുകൊണ്ടാണ്. വിഭജനം കഴിഞ്ഞപ്പോൾ സുഹ്രവർദി, അന്ന് ബംഗാൾ ഭരിച്ചിരുന്ന സുഹ്രവർദി ജിന്നയുടെ പാർട്ടിക്കാരനാണ്, അയാൾ ബംഗ്ലാദേശിയായി, ഗാന്ധി ഇന്ത്യക്കാരനായി. തെരുവിൽ മുഴുവൻ തല്ലാണ്, തെരുവിൽ മുഴുവൻ ചോര ഒഴുക്കാണ്. ഗാന്ധി സുഹ്രവർദിയോട് വിളിച്ചു പറഞ്ഞു, ഞാൻ ഹിന്ദുവാണ്, താങ്കൾ മുസ്ലിമാണ്, ഞാൻ അർദ്ധനഗ്നനാണ്, താങ്കൾ കോട്ടൊക്കെ ഇടുന്ന ആളാണ്, ഞാൻ സസ്യാഹാരിയാണ്, താങ്കൾ മാംസാഹാരിയാണ്, ഇപ്പം നമ്മൾ രണ്ട് രാജ്യക്കാരായി, ഞാൻ ഇന്ത്യക്കാരനാണ്, നിങ്ങൾ ബംഗ്ലാദേശിയാണ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൊടുത്ത് പിരിയണതിലും മുമ്പ് നമുക്കൊരു വലിയ കാര്യം ചെയ്യാനുണ്ട്. ആ വലിയ കാര്യം എന്ന് പറയുന്നത്, ഇത്തരം വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഒരു കൂരയ്ക്ക് കീഴിൽ നമുക്ക് താമസിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ലെന്ന ആളുകളെ കാണിക്കണം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി താമസിക്കുകയാണ്. തെരുവിൽ മനുഷ്യർ തമ്മിൽ തല്ലുന്ന മനുഷ്യർ നോക്കുമ്പോൾ ഈ പറയുന്ന മുസ്ലിമും ഹിന്ദുവും വലിയ വ്യത്യാസങ്ങളുള്ള, ഒരു സ്ഥലത്തും സാമ്യമില്ലാത്ത രണ്ടാൾക്കാർ ഒരു കൂരയ്ക്ക് കീഴിൽ സുഖമായിട്ട് താമസിക്കുന്നു. ഇത് കാണിച്ചു കൊടുത്തിട്ടാണ് പോകുന്നത്. അവിടേക്കാണ് ഈ ഹിന്ദു വർഗീയ കക്ഷികൾ ഇടിച്ചു കയറുന്നത്. ഒരു രാത്രി ട്രക്കിന് വന്നിട്ട് ഇടിച്ചു കയറുന്നുണ്ട്. ഇടിച്ചു കയറിയിട്ട് ഗാന്ധിയെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. ഗാന്ധി എണീറ്റ് വരും. എണീറ്റ് വന്നിട്ട്, എന്നെയാണോ ഈ വൃദ്ധനെയാണോ നിങ്ങൾക്ക് ആവശ്യം എന്ന് ചോദിച്ചാൽ അവിടെ നിൽക്കുന്നുണ്ട്. പ്യാരേലാൽ ഒക്കെ എഴുതി വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് അറിയാവുന്ന സെക്രട്ടറി ആയിരുന്ന പിന്നത്തെ വരി, പ്യാരേലാലിന്റെ വരി, ഒരു ഇഷ്ടിയ കഷ്ടം ഗാന്ധിയെ തൊട്ടില്ല എന്നുള്ള മട്ടിൽ പാഞ്ഞുപോയി, ഒരു ലാത്തി ഗാന്ധിയുടെ മൂക്കിന്റെ പാലം തകർത്തില്ല എന്നുള്ള മട്ടില് ഉരഞ്ഞു പോയി എന്ന് പറയുന്നുണ്ട്. ഇവർ തിരിച്ചുപോയി 2 സ്ട്രീറ്റ് അപ്പുറം പോയിട്ട് 2 മുസ്ലിങ്ങളെ, പാവപ്പെട്ട മുസ്ലിങ്ങളെ വെട്ടിക്കണ്ടിച്ചിട്ടിട്ടാണ് പോകുന്നത്. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, പട്ടിണി പാവങ്ങള്, വസ്ത്രം പോലുമില്ല, കീറി പറഞ്ഞ വസ്ത്രങ്ങൾ ഇട്ടിട്ടുള്ള മനുഷ്യര്, ഇവരെ കൊന്നിട്ടിട്ട് പോകുന്നു. ആ രാത്രി ഗാന്ധി ഓടിച്ചെല്ലുന്നുണ്ട് അവിടേക്ക്. ഓടിച്ചെല്ലുമ്പോ കുറച്ച് രക്തം ഇങ്ങനെ തളം കെട്ടിയിട്ടുണ്ട്. ആകെ ഇത്തിരി രക്തം, വൈലോപ്പിള്ളിയുടെ കവിത പറയുന്ന പോലെ ഇത്തിരി മാത്രം രക്തമല്ലേ ശരീരത്തിൽ, ഇത്തിരി മാത്രം രക്തം കെടുക്കുന്നുണ്ട്. ഈ വിശാലമായ ആകാശത്തിൽ നമ്മൾ ഈ ബംഗാളി നോവലൊക്കെ വായിക്കുമ്പോൾ, വിഭൂതിഭൂഷണിയും അതുപോലെ തന്നെ താരാശങ്കർ ബാനർജിയുടെ ഒക്കെ നോവൽ വായിക്കുമ്പോൾ, ഞാൻ ചെറുപ്പത്തിൽ വായിക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പിടിച്ചു നിർത്ത ബംഗാളിയുടെ ഒരു ഗ്രാമീണ പ്രകൃതിയുണ്ട്. ഈ ആകാശമൊക്കെ, ഹേമന്ത രാത്രിയിലെ ആകാശമൊക്കെ നിറയെ നക്ഷത്രങ്ങള്, നടുവിൽ മിന്നിത്തിളങ്ങുന്ന ചന്ദ്രൻ. ഈ ഹേമന്ത രാത്രിക്കടിയില് ഗാന്ധി ഇവരെ നോക്കി നിൽക്കുകയാണ്. ഗാന്ധിക്ക് ചുറ്റും ഇരുട്ടാണ്, ഇതൊന്നും കാണുന്നില്ല, ഈ സൗന്ദര്യം ഒന്നും കാണുന്നില്ല. കാരണം 4 തുറുകണ്ണുകൾ ഇങ്ങനെ ആകാശം നോക്കി ഈ പറയുന്ന നക്ഷത്രങ്ങളെ നോക്കിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഒരാളുടെ കോന്തലയിൽ 25 പൈസ 4 അണ കെട്ടിയിട്ടുണ്ട്. ഗാന്ധി പറയുന്നുണ്ട്, അത് 4 അണയല്ല, അത് അയാളുടെ ബാങ്കാ. കാരണം അയാൾ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യം 4 അണ. അവിടെ വെച്ചിട്ടാണ് ഈ 72 മണിക്കൂർ നിരാഹാരം എന്ന് പറയുന്ന, ഇനി ഈ പറയുന്ന തരത്തിൽ ആളുകളെ യോജിപ്പിക്കാനുള്ള പറഞ്ഞിട്ട് കാര്യമില്ല, വലിയ തരത്തിൽ എൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധത്തിലേക്ക് ഞാൻ പോകണം എന്ന് പറഞ്ഞ് നിരാഹാരത്തിലേക്ക് പോകുന്നത്. ഞാൻ പറയുന്ന ആ നീതി എന്ന് പറയുന്ന യുക്തിയുമായിട്ട് കൂട്ടിയിണക്കേണ്ട ഒന്നാണ്. ആ നീതിയുമായി കൂട്ടിയിണക്കിയില്ലെങ്കിൽ ഇനി ഈ പറയുന്ന തരത്തിൽ ഇനി വരാൻ പോകുന്ന കാലം ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ഒക്കെ വലിയ ആഗ്രഹമുണ്ട്, വലിയൊരു ഐക്യമുന്നണി ചേർന്നിട്ട് ഇന്ത്യ തിരിച്ചു പിടിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യരുടെ ആഗ്രഹമാണ്. നമ്മളെ നിയന്ത്രിക്കുന്ന ഈ രാഷ്ട്രീയ ശക്തികൾ അങ്ങനെ പെരുമാറണം, ഇങ്ങനെ പെരുമാറണം, വലിയ ഐക്യമുന്നണി ഉണ്ടാക്കണം എന്നൊന്നും നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. അതൊക്കെ അവരെ കയ്യിലുള്ള കാര്യങ്ങളാണ്. മനുഷ്യരുടെ ഐക്യമുന്നണി നമുക്ക് ഉണ്ടാക്കാം. മനുഷ്യരുടെ ഐക്യമുന്നണി നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, യുക്തി എന്ന് പറഞ്ഞാൽ സംവാദത്തിൻ്റെതായിട്ടുള്ള ഒരു വലിയ ഒരു പ്രാക്ടീസാണത്. ഇന്ത്യയിൽ ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യന്ന്
ആ പറയുന്ന അമർത്യ സെൻ വിളിക്കുന്ന ആ വലിയൊരു പ്രാക്ടീസ് ഉണ്ട്, യുക്തി. അത് തുറന്നിടണം, ആ വലിയ സംവാദത്തിലേക്ക് തുറന്നിടണം. മാത്രമല്ല, നീതി എന്ന് പറയുന്ന യുക്തിയുടെ ഒരു പ്രധാനപ്പെട്ട ആശയമായി, യുക്തിക്കുള്ളിൽ തന്നെ വസിക്കുന്ന ആശയമായിട്ട് അതിനെ കണ്ണി ചേർക്കണം. ആ പ്രവർത്തനം കൂടുതൽ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരം കൂടിക്കാഴ്ചകൾക്കും കൂടിച്ചേരലുകൾക്കും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞ് നിർത്തുന്നു. എന്നെ ഇതിനെ ക്ഷണിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് ബാബുരാജിന് പ്രത്യേകം നന്ദി പറയുന്നു. നന്ദി.